ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. സാധാരണ മീ ടു മീ മെഡിറ്റേഷൻ ചാനൽ ആചാര്യന്മാരും സാധകരുമായിട്ടുള്ള അങ്ങനെ ആധ്യാത്മിക രീതിയിൽ ആധ്യാത്മിക ജീവിതത്തിൽ അവരുടെ ഉപാസനയുടെ പ്രാധാന്യം മനസ്സിലാക്കി അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാധകരുടെയും ആചാര്യന്മാരുടെയും എല്ലാം സത്സംഗങ്ങളാണ് മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൽ പൊതുവെ നമ്മൾ എടുക്കാറുള്ളത്. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗുരുവായൂരിലെ ശ്രീ ചിന്മയം എന്ന വീട്ടിലാണ്. നമ്മൾ നേരത്തെ സ്മരാമി ശ്രീ ചിന്മയം എന്ന പേരിലൊരു സത്സംഗം ഗുരുവായൂർ പ്രഭാകർജിയുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ സാധകർക്ക് ലഭിച്ചിരിക്കുന്ന ഒരു മഹാപുണ്യം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ നമുക്ക് വീണ്ടും ഒരു സത്സംഗമല്ല, ഗോപീ വചനാമൃതം എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സാധകർക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ എക്സ്പ്ലനേഷനും എന്താണ് ഗോപീ വചനാമൃതം എന്നുള്ളതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ളൊരു അവസരമാണ് നമ്മൾ സാധകർക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ സാധകരുടെ മഹാപുണ്യം തന്നെയാണ് ഇന്ന് ഈ നിമിഷം നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ ഈ ഒരു സത്സംഗത്തിൽ ലഭിച്ചിരിക്കുന്നത്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കാണല്ലോ. അപ്പം നമ്മൾ ഓരോ ഭാഗമായിട്ടായിരിക്കും നമ്മൾ സാധകരിലേക്ക് എത്തിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ സാധകർക്കും പ്രണാമം. ഗുരുവായൂർ പ്രഭാകർജിയെയും നമ്മൾ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ. ഹരിയോ 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 ഹരിയോ. സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തൽപുത്രപരാശരം ച വ്യാസം ശുഗം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാര്യമന്യാനസ്മദ്ഗുരും സന്തതമാനതോസ്മി. ഓം ബ്രഹ്മാനന്ദം പരമസുഗതം കൈവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗൻസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമതലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തേ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. ഓം പരമഗുരുഭ്യോ നമഃ. ഓം പരാപരഗുരുഭ്യോ നമഃ. ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമസ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണസ്പദ ആന ശൃണ്വന്നൂതിഭിः സീദസാദനം. വക്രതുണ്ടമഹാകായ കോടിസൂര്യസമപ്രഭ നിർവിഘ്നം ഗുരുമേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ശ്രീ മഹാഗണപതേ നമഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർഗസ്ഥിതി പ്രളയഹേതുമചിന്യശക്തിം വിശ്വേശ്വരം വിദിത വിശ്വമനന്തമൂർത്തിം നിർമുക്തബന്ധനം അപാര സുഖാംബുരാശിം ശ്രീവല്ലഭം
വിമലബോധഘനം നമാമി. ശ്രീമദ്ഭാഗവതാർത്ഥപുഷ്കലതനം ശ്രീവല്ലഭം ശ്രീഗുരും ശ്രീമത്പൂരുഷസൂക്തസൂചിതമഹാതത്വപ്രദീപം പരം ശ്രീമത്കമ്പുകദാരിപങ്കജലസത്പാണിം സുരേശം ഹരിം ശ്രീമത്പാദസരോജസംസൃതമനാഹ വന്ദേഹമാനന്ദിതാ. ഓം ശ്രീവല്ലഭേശായ നമഃ. കല്യാണീം കലികാലദോഷശമനിം കാരുണ്യവാരാനിധിം കല്യാണാജലകാർമുകസ്യതാം കാന്താരവിന്ദേക്ഷണാം ലക്ഷ്മീകാന്തസഹോദരീം ധനുതാം സർവാർത്ഥസിദ്ധിപ്രദാം നവ്യക്ഷേത്രനിവാസിനിം ഭഗവതീം വന്ദേ പരാമംബികാം. ഓം ശ്രീ ജഗദംബികായേ നമഃ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. നമോ നമഃ ശ്രീ ഗുരുപാദകാഭ്യാം. നമോ നമഃ ശ്രീ ഗുരുപാദകാഭ്യാം. നമോ നമഃ ശ്രീ ഗുരുപാദകാഭ്യാം. ഹരി ഓം. നമസ്കാരം. എല്ലാ സാധകർക്കും എല്ലാ ശ്രോതാക്കൾക്കും സാദര പ്രണാമം. ആദ്യമായി ഇതിനൊരവസരം നൽകി അനുഗ്രഹിക്കുന്ന മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിനെയും അതിൻ്റെ സാരഥിയായ ഗുരുപ്രസാദ്ജിയെയും സഹപ്രവർത്തകരെയും ഒക്കെ സാദരം പ്രണമിക്കട്ടെ. കാരണം ഗുരുവായൂർ ശ്രീചിന്മയത്തിന് കിട്ടിയ മറ്റൊരു അസുലഭ ഭാഗ്യം എന്ന് തന്നെ വിശേഷിപ്പിക്കട്ടെ. ഗോപീവചനാമൃതം എന്ന പേരിൽ ഒരു പുസ്തകം 2023 ഇവിടെ ശ്രീചിന്മയത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ വേദിയിൽ വെച്ചാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. എല്ലാ പുസ്തകങ്ങളും പ്രകാശനം ചെയ്തത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളായ മല്ലിശ്ശേരി അവറുകളാണ്. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കട്ടെ, സ്മരാമി ശ്രീ ചിന്മയം എന്ന പേരിൽ മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിലെ വിജയ ഗുരുദേവനെ നിറഞ്ഞു നിന്ന ഒരു ഇൻ്റർവ്യൂ ഇന്നും അത് യൂട്യൂബിൽ ലഭ്യമാണെന്ന് അറിയുന്നു. അനേകം സാധകർക്ക് വഴികാട്ടിയായ ഗുരുദേവൻ്റെ ഗുരുപരമ്പരയുടെ സാമാന്യമായിട്ട് ഗുരുദേവൻ്റെ പ്രത്യേകമായിട്ട് മാഹാത്മ്യം സജ്ജനങ്ങൾക്ക് ബോധിക്കാനുള്ള നല്ലൊരവസരം സൃഷ്ടിച്ചത് മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററും അതിൻ്റെ ഗുരുജിയും കൂടിയാണ്. ഇവരെയൊക്കെ വീണ്ടും വീണ്ടും നമസ്കരിക്കട്ടെ. അതേ പേരിൽ തന്നെയാണ് ഗുരുദേവുമായിട്ട് നേരിട്ടുള്ള ബന്ധങ്ങൾ പ്രതിപാദിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി ആ പേര് ഞങ്ങൾ കടം വാങ്ങുകയായിരുന്നു, സ്മരാമി ശ്രീ ചിന്മയം. ആ പുസ്തകത്തിന് എന്താണ് ഒരു പേര് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു പേര് എന്തിരിക്കുന്നു എന്നാണ് ഉള്ളിൽ നിന്ന് കിട്ടിയ സന്ദേശം. അപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുകയും വളരെ സന്തോഷത്തോടു കൂടി അതിനെ അനുഗ്രഹിക്കുകയും സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സെപ്റ്റംബർ 20 ഗുരുവായൂർ നാരായണാലയത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിൽ സ്മരാമി ശ്രീ ചിന്മയം എന്ന അതേ പേരിൽ ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത്. എന്തായാലും അതിനോടനുബന്ധിച്ചുള്ള ഞങ്ങളെ വളരെ ചുരുക്കിയ സമയം സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഈ ഗോപീവചനാമൃതം എന്ന ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും അദ്ദേഹം അത് മുഴുവൻ വായിച്ചിട്ടാണെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത, വിഷയത്തിൻ്റെ അതുല്യമായ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്നു. പലപ്പോഴും പറയാറുള്ളത് പോലെ ഭഗവാന്റെ സങ്കല്പം, ഗുരുപരമ്പരയുടെ സങ്കല്പം നടപ്പാക്കാൻ എപ്പോഴും ആരെയെങ്കിലുമൊക്കെ നിമിത്തമാക്കും. അങ്ങനെയാണ് പതിവ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്ന ആശയമാണ് ഇതൊരു വലിയ സംഭവമാകും, സൗകര്യം പോലെ ഇതൊന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞാൽ ആവട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച വളരെ പ്രതീക്ഷിതമായി ഒരു വിളി, ഇത് 19, 20 ശനിയും ഞായറുമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ, ഒഴിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഗുരുദേവൻ്റെ അനുഗ്രഹം കിട്ടി. ആ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞു
ശരി ആവട്ടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സങ്കല്പം, ഗുരുപരമ്പരയുടെ സങ്കല്പം, വിശിഷ്യ ചിന്മയ ഗുരുനാഥൻ്റെ ഗുരുവായൂരപ്പൻ്റെ സങ്കല്പം ഇതാ ഇന്ന് സാധ്യമാകുന്നു. ഗുരുവായൂരപ്പൻ്റെയും ഗുരുപരമ്പരയുടെയും ഗുരുനാഥൻ്റെയും ഒക്കെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. നല്ല ചിന്തകൾ ഉള്ളിലുണ്ടാവട്ടെ. അവ നല്ല വാക്കുകളായി പുറത്തേക്ക് വരാനും സർവാന്തര്യാമിയായ ഗുരുവായൂരപ്പനും വാഗ്ദേവതയായ സരസ്വതീ ദേവിയും അനുഗ്രഹിക്കട്ടെ. ശ്രീമദ് ഭാഗവതമാണല്ലോ വിഷയം. അപ്പോൾ ഭാഗവതത്തെ നമസ്കരിച്ചുകൊണ്ട്, ഭാഗവതത്തിൻ്റെ ആചാര്യന്മാരെ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓം ജന്മാദ്യസ്യേതോന്വയാദിതരതച്ഛാർത്ഥേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരേഹ തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംന സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോച്ഛിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാപരൈരീശ്വര സദ്യോ ഹൃദ്യ അവരുദ്ധ്യതേത്ര ഋതുഭി ശുശ്രൂഷുഭി തക്ഷണാത് നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈവായനോ വിരഹകാതരെ ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യഃ സ്വാനുഭാവമഖിലസ്തുതിസാരമേകം അധ്യാത്മദീപം അതിതിതീക്ഷതാന്തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ അനന്തവും അപാരവും അഗാധവുമായ കാരുണ്യം കൊണ്ട് അടുത്തിടെ ശ്രീമദ് ഭാഗവതം ഉപദേശിക്കപ്പെട്ട ശുഖസ്ഥലത്ത് പോകാനും അവിടെ വളരെ ഭംഗിയായിട്ട് ഒരു ഭാഗവത സപ്താഹം ചെയ്ത് സമർപ്പിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി. അതുകൊണ്ട് ശ്രീ ശിവബ്രഹ്മർഷിയുടെ പ്രതീകമായിട്ടുള്ള ആ ശുഖസ്ഥലത്ത് പോകാനും ഏതൊരു വടവൃക്ഷത്തിൻ്റെ സാന്നിധ്യത്തിലാണോ അത് സന്നിധിയിൽ വെച്ചാണോ ഈ ഉപദേശം നടന്നത്, ആ വടവൃക്ഷത്തിൻ്റെ അടുത്തിരുന്ന് ഭാഗവതം ചർച്ച ചെയ്യാനും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കോർഡിനേറ്ററും കുടുംബവും മറ്റംഗങ്ങളും ഒക്കെ കൂടെ സാധ്യമാക്കി. അതുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ശരിക്കും ശ്രീ ശിവബ്രഹ്മർഷിയുടെ പ്രതീകം തന്നെയായ ആ വടവൃക്ഷത്തിന് മനസ്സുകൊണ്ട് പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് നമസ്കരിക്കുക. അതിനുശേഷം എന്നും ശ്രീ ശിവബ്രഹ്മർഷി ആണ് ശ്രീമദ് ഭാഗവതം വിശദമായിട്ട് ആദ്യമായിട്ട് സപ്താഹം എന്ന പേര് പറയാതെ തന്നെ 7 ദിവസം കൊണ്ട് ഉപദേശിച്ചു കൊടുത്തത്. ശ്രീ ശിവബ്രഹ്മർഷിക്ക് ഭാഗവതം കിട്ടിയത് തൻ്റെ അച്ഛനായ വേദവ്യാസ ഭഗവാനിൽ നിന്നാണ്. വേദവ്യാസ ഭഗവാന് ഒരു വ്യസനം, വ്യാസൻ്റെ വ്യസനം എന്നാണ് പലപ്പോഴും സൂചിപ്പിക്കുക. താൻ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീർത്തിട്ടില്ല. യെറ്റ് ടു ഡു സംതിങ് ഫോർ ദ ഹോൾ നേഷൻ, ഫോർ ദ ഹോൾ ഹ്യൂമാനിറ്റി. ഈ ഒരു തോന്നൽ അലട്ടിക്കൊണ്ടേയിരുന്നു. മഹാഭാരതം എന്ന മഹാഇതിഹാസം എഴുതി, ബ്രഹ്മസൂത്രം എഴുതി. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്, ഒരു കണ്ടൻറ്റ്മെൻറ്റ് വന്നിട്ടില്ല. അങ്ങനെ വ്യസനിച്ചിരിക്കുന്ന വ്യാസൻ്റെ മുമ്പിലാണ് സാക്ഷാൽ ശ്രീനാരദൻ പ്രത്യക്ഷപ്പെട്ട് തനിക്ക് ബ്രഹ്മദേവനിൽ നിന്ന് കിട്ടിയ 4 വരി ഭാഗവതം, ചതുശ്ലോകി ഭാഗവതം തൻ്റെ അനുഭവങ്ങളോടുകൂടി ചേർത്ത് ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെ ഭാഗവതം 4 ശ്ലോകത്തിൽ നിന്ന് അനേകം ശ്ലോകങ്ങളിലേക്ക് ആരംഭിച്ചത് സാക്ഷാൽ ശ്രീനാരദനിൽ നിന്നാണ്. അതിനെ വിപുലീകരിക്കൂ എന്ന
ശ്രീനാരദൻ്റെ മഹാഗുരുവായ ശ്രീനാരദൻ്റെ ഉപദേശത്തെ പിന്തുടർന്നാണ് വേദവ്യാസ ഭഗവാൻ ഇന്ന് നമ്മൾ കാണുന്ന ശ്രീമദ് ഭാഗവത മഹാപുരാണം രചിച്ചത് എന്നർത്ഥം. ശ്രീശുബ്രഹ്മർഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആരംഭിച്ചത്. വ്യാസപുത്രനായ ശ്രീശുബ്രഹ്മർഷി യം പ്രവ്രജന്തം അനുപേദം അപേദകൃത്യം ദ്വൈപായനോ വിരഹകാതരയാജിഹാവ ശ്ലോകത്തിൽ സൂചിപ്പിച്ചു. ജനിച്ചപ്പോൾ തന്നെ പരമഹംസ പരിവ്രാജകനായിട്ട് എല്ലാം വിട്ടു പോകാൻ തുടങ്ങിയ ശ്രീ ശിവബ്രഹ്മർഷി അപ്പോഴാണ് അച്ഛൻ എന്ന ഭാവത്തിൽ വേദവ്യാസ ഭഗവാന് ദുഃഖമുണ്ടാകുന്നു. പുത്രാ പുത്രാന്ന് വിളിക്കുകയാണ്. പക്ഷേ ശ്രീ ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ്, നമ്മുടെ ഫ്രേസ് പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ, ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ശ്രീ ശിവബ്രഹ്മർഷി റെസ്പോണ്ട് ചെയ്തത് മരങ്ങളാണ്. തരവോഭിനേതുത്തം സർവഭൂതഹൃദയം, ആ സമസ്ത ചരാചരങ്ങളിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യമായിട്ട് സാതാത്മ്യം പ്രാപിച്ച ശ്രീ ശിവബ്രഹ്മർഷിക്ക് വേണ്ടിയിട്ട് മരങ്ങളാണ് പ്രതിവചിച്ചതെന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും ശ്രീ ശിവബ്രഹ്മർഷി ശ്രീമദ് ഭാഗവതത്തിലെ ഒരു രാജഗോപാല വിഗ്രഹം വർണ്ണന കേൾക്കാനിടയായി. ചുരുക്കി പറയുകയാണ്, സമയത്തിൻ്റെ പരിമിതിയുണ്ട്. ആ ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. ആ ബർഹാപീഠം നടവരവപു എന്ന് തുടങ്ങുന്ന ആ ശ്ലോകമാണ് പരമഹംസ പരിവ്രാജകനായ ശ്രീ ശിവബ്രഹ്മർഷിയെ ശ്രീമദ് ഭാഗവതം പഠിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് കേട്ടിരിക്കുന്നതെന്നർത്ഥം. ഭാഗവതത്തിൽ പ്രത്യക്ഷമായിട്ട് അതിനൊരു ഇതില്ല, പക്ഷേ പരമ്പരയായിട്ട് ആചാര്യന്മാർ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളത് ആവർത്തിക്കുന്നു. പരമഹംസ പരിവ്രാജകനായ ശ്രീ ശിവബ്രഹ്മർഷിയെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ഹഠാത് ആകർഷിച്ചത് ഈ ശ്ലോകമാണത്രയെന്നർത്ഥം. അങ്ങനെ ശ്രീ ശിവബ്രഹ്മർഷി ശ്രീമദ് ഭാഗവതം പഠിക്കുന്നു. അത് യഥാസമയം ശാപഗ്രസ്തനെന്ന് സാധാരണഗതിയിൽ പറയുന്നു, പക്ഷേ മഹാഭാഗ്യവാനായിരുന്നു ശ്രീ പരീക്ഷിത്ത്. കാരണം ശ്രീ പരീക്ഷിത്തിൻ്റെ ജന്മസമയത്ത് തന്നെ ദൈവജ്ഞന്മാർ പ്രവചിച്ചിരുന്നു എല്ലാ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ അവസാനം പാമ്പ് കടിച്ചായിരിക്കും ഇദ്ദേഹത്തിൻ്റെ മരണം. അത് കേട്ടതോടുകൂടി യുധിഷ്ഠിരൻ എല്ലാം തളർന്നുപോയി. കാരണം യുധിഷ്ഠിരൻ്റെ എല്ലാ പ്രതീക്ഷയും ശ്രീ പരീക്ഷിത്തിലായിരുന്നു. പാണ്ഡവ വംശത്തെ തുടരാൻ ഉള്ള ഏക തരി എന്നുള്ള വാക്കാണ് പലപ്പോഴും ഉപയോഗിക്കുക എന്നർത്ഥം. കാരണം പഞ്ചപാണ്ഡവരും കഴിഞ്ഞു, അവരുടെ മക്കളും കഴിഞ്ഞാൽ ഈ വംശത്തെ തുടരേണ്ടത് ഈ പരീക്ഷിത്താണ്. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു ഭഗവാൻ. അങ്ങനെയാണ് ശ്രീ പരീക്ഷത്തിന് വിഷ്ണുരാധൻ എന്ന പേര് തന്നെ കിട്ടിയത് എന്നർത്ഥം. ആ പരീക്ഷിത്ത് തീർച്ചയായിട്ടും മഹാഭാഗ്യവാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ശാപം അല്ല, ശാപം എന്ന് പറയുമ്പോൾ അതിൽ പാശം എന്നൊരു ധ്വനിയുണ്ട് തിരിച്ചിടുമ്പോൾ എന്നർത്ഥം. പാശം ബന്ധിക്കാനുള്ളതാണ്. ഇവിടെ പാശമല്ല, അനുഗ്രഹമാണ് ഉണ്ടായത് എന്നർത്ഥം. അങ്ങനെ ശ്രീ പരീക്ഷത്തിന് ശ്രീമദ് ഭാഗവതം ശ്രീ ശിവബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുക്കുന്നത് 7 ദിവസമായിട്ടല്ല. അതിൽ തനിക്ക് തന്നെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലേക്ക് ആകർഷിച്ച ശ്ലോകം അതുമുതലാണ് ഇന്ന് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഗോപീവചനാമൃതത്തിലേക്കുള്ള വളരെ ഹ്രസ്വമായ ഒരു ആമുഖം അഥവാ ഇൻട്രഡക്ഷൻ മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ നിന്നുള്ള കുറച്ച് ശ്ലോകങ്ങളും ഈ ഗോപീവചനാമൃതം എന്ന ഗ്രന്ഥമാണ് ഇതിന് നമുക്ക് ഉപോത്ബലകമായിട്ടുള്ളത്. അതിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പം ഇതിന് നമ്മെ അനുഗ്രഹിച്ച ഭാഗവതം ആദ്യമായിട്ടുള്ളിൽ തന്ന് ഗുരുസങ്കല്പം ആദ്യമായിട്ടുള്ളിൽ തന്ന് അനുഗ്രഹിച്ച വന്ധ്യപിതാവിനെ നമസ്കരിക്കട്ടെ. ഓടി നടന്ന് പ്രഹ്ലാദസ്തുതിയൊക്കെ ജപിച്ച് ഉള്ളിലേക്ക് തന്ന വന്ധ്യമാതാവിനെ നമസ്കരിക്കട്ടെ. 40-ലധികം വർഷങ്ങളായിട്ട് 50-ഓളം വർഷങ്ങളായിട്ട് സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാഗുരുനാഥനെ നമസ്കരിക്കട്ടെ. വർഷങ്ങളായിട്ട് കൂടെ നിന്ന് അനുഗ്രഹിക്കുന്ന
സഹധർമ്മിണി നമസ്കരിക്കട്ടെ. എല്ലാ ഗുരുക്കന്മാരെയും എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഈ ഗോപീവചനാമൃതം എന്നതിനെ വിശദീകരിക്കാൻ നമ്മൾ ആരുമല്ല, വ്യാഖ്യാനിക്കാൻ ഒട്ടും ആരുമല്ല. കുറച്ച് ചിന്തകൾ ഉറക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയട്ടെ. അതിന് ഗുരുപരമ്പരയുടെയും എല്ലാ സജ്ജനങ്ങളുടെയും അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. ഹരി ഓം ഹരി ഓം ഹരി ഓം. ഗോപീവചനാമൃതം ഒരു വളരെ കാലമായിട്ട് കൊണ്ടു നടന്ന ഒരാഗ്രഹത്തിൻ്റെ പൂർത്തീകരണം ആണ് എന്ന ആമുഖത്തോടു കൂടി ആരംഭിക്കട്ടെ. ശ്രീമദ് ഭാഗവതം പഠനം ആരംഭിച്ചിട്ട് അനേകം വർഷങ്ങളായി. പൂജ്യ ഗുരുദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി ആദ്യം ഭഗവത്ഗീതയും പിന്നീട് ഉപനിഷത്തുകളും തിരുവനന്തപുരത്ത് 1988 മുതൽ ഈ വിഷയങ്ങളിൽ ഒന്നിച്ചിരുത്തി ചർച്ച ചെയ്യാനും ഒക്കെ ആരംഭിച്ചു. അതേ തുടർന്നാണ് ശ്രീമദ് ഭാഗവതത്തിലേക്ക്, ആദ്യം കിളിപ്പാട്ടിലായിരുന്നു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് കിളിപ്പാട്ട് ഭാഗവതമാണ്. അത് കഴിഞ്ഞിട്ടാണ് ശ്രീമദ് ഭാഗവതം മൂലത്തിലേക്ക് കടക്കാൻ തിരുവനന്തപുരത്ത് വെച്ച് ഭാഗ്യം കിട്ടിയത്. വീട്ടിൽ കുറച്ച് ആളുകൾ ഒന്നിച്ചു കൂടുക, സഹധർമ്മിണിയും കുറച്ച് അമ്മമാരും ഒക്കെ കൂടെ ഒന്നിച്ചിരുന്ന് ഭാഗവതം ചർച്ച ചെയ്യുക, അങ്ങനെയൊരു പതിവുണ്ടായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷമാണ് 2007 ജൂലൈ, അതിന് ശേഷമാണ് ശ്രീമദ് ഭാഗവതം സപ്താഹ യജ്ഞങ്ങളായിട്ട് ചെയ്യാൻ ആരംഭിച്ചത്. അന്ന് മുതൽ ഭാഗവതം പരിചയപ്പെട്ട കാലം മുതൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയ്ക്ക്, 2-3 വർഷങ്ങൾക്കിടയ്ക്ക് വന്ന ശക്തമായ ഒരാഗ്രഹം, പ്രേരണയായിരുന്നു ഗോപികമാരെ ഒന്ന് വിശേഷമായിട്ട് പരിചയപ്പെടുക. ഗോപികമാർ ഭഗവാനെക്കുറിച്ച് പറഞ്ഞതും ഭഗവാൻ ഗോപികമാരെക്കുറിച്ച് പറഞ്ഞതും ഇതിനൊക്കെ ഇടനിലക്കാരനായിട്ട് നിൽക്കാൻ ഭാഗ്യം കിട്ടിയ ഉദ്ധവരുമായിട്ടുള്ള വാക്കുകളും ഒക്കെ ഒരു സ്ഥലത്ത് ഒന്നാക്കി പഠിക്കാനേ ഉദ്ദേശിച്ചുള്ളൂ, പങ്കുവയ്ക്കാൻ ഉദ്ദേശിച്ചല്ല. അങ്ങനെ ചില സപ്താഹ യജ്ഞവേദികളിൽ പങ്കെടുക്കാറുള്ള നമ്മുടെ കുട്ടികളോടൊക്കെ പറയാറുണ്ടായിരുന്നു ഓരോ ഭാഗങ്ങൾ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എന്ന്. ഏതായാലും ആ ആഗ്രഹം സഫലമായി പുസ്തകമായിട്ട് വെളിയിൽ വന്നത് 2023 ശ്രീചിന്മയത്തിൽ നടന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവേളയിലാണ്. അപ്പോൾ അത് എല്ലാം കൂടെ ഒരിടത്താക്കി കഴിഞ്ഞപ്പോൾ അതിനെന്താ പേരിടുക എന്നാലോചിച്ചപ്പോൾ നമ്മെ എപ്പോഴും അനുഗ്രഹിക്കാറുള്ള ആരാധ്യനായ ശ്രീ സന്മയാനന്ദ സ്വാമിജി, നാരായണാലയം സ്വാമിജിയാണ് ഗോപീവചനാമൃതം എന്ന പേര് നൽകിയതും അതോടൊപ്പം മുഖമൊഴി എന്ന പേരിൽ നല്ലൊരു ആമുഖം എഴുതി ഗുരുവായൂരപ്പന് സമർപ്പിച്ചതും. ഇപ്പോൾ ഗോപീവചനാമൃതത്തിൻ്റെ സൃഷ്ടിയിൽ ആദ്യം നമസ്കരിക്കേണ്ടത് ഇതിനെ അനുഗ്രഹിച്ച സ്വാമിജിയെ. സ്വാമിജി വളരെ ഗംഭീരമായിട്ട് ഗോപി ഭക്തിയെക്കുറിച്ച് ഒക്കെ എഴുതിയിരുന്നു. ഏതായാലും സജ്ജനങ്ങൾക്ക് ഈ പുസ്തകം എത്തിക്കാൻ കഴിയട്ടെ. ഇത് പ്രചരിപ്പിക്കുന്നതോടൊപ്പം ഇതിൽ കുറേ പുസ്തകങ്ങൾ സജ്ജനങ്ങൾക്ക് എത്തിക്കാനും മീറ്റ് മീ സെൻറ്ററിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സ്വാമിജിയെ നമസ്കരിച്ച് ഇതിന് നിമിത്തമായ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വലിയ വിഷയമായതുകൊണ്ട് എല്ലാ ശ്ലോകങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വായിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് സമയം അനുവദിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധേയങ്ങളായ ചില ഭാഗങ്ങളെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് മറ്റുള്ള ശ്ലോകങ്ങളെ സാമാന്യമായി അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാം. അതിന് ചിന്മയ ഗുരുനാഥൻ്റെ ഗുരുപരമ്പരയുടെ സർവോപരി ശ്രോതാക്കളാകാൻ പോകുന്ന, അങ്ങനെ വേണം പറയാൻ അല്ലേ, ശ്രോതാക്കളാകാൻ പോകുന്ന സജ്ജനങ്ങളുടെയും ഇപ്പോഴിവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളുടെയും ഒക്കെ സത്ശ്രദ്ധ ഉണ്ടാകട്ടെ. അതിനെ സാദരം നമസ്കരിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച ഏതൊരു ശ്ലോകമാണോ പരമഹംസ പരിവ്രാജകനായ ശ്രീശിവബ്രഹ്മർഷിയെ ഹഠാത് ആകർഷിച്ചത്, ആ വേണുഗോപാലമൂർത്തിയുടെ സുന്ദരമായ രൂപത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ശ്രീമദ് ഭാഗവതം എല്ലാവർക്കും അറിയാം, ദശമസ്കന്ധമാണ് ഭഗവാന്റെ അവതാര ലീലകൾ. 90
അധ്യായങ്ങളെ കൊണ്ടുള്ള വളരെ ബൃഹത്തായ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം. അതിലെ പൂർവാർത്ഥത്തിൽ 21ാമത്തെ അധ്യായത്തിലാണ് ഈ ശ്ലോകം. 5ാമത് ശ്ലോകമാണ്. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രത്വാസ കനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തിഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത്തരം ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ കൂടി ഇത് സ്വാഭാവികമായിട്ടിങ്ങ് വരും. കാരണം സപ്താഹവേദികളിലൊക്കെ നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ പ്രത്യേക ആരതിയൊക്കെ പതിവുണ്ട് എന്നർത്ഥം. അപ്പം അറിയാതെ മനസ്സും കയ്യും ഒക്കെ ഇങ്ങനെ ആ ആരതി ഭാവത്തിലേക്ക് പോകും ഇത്തരം ശ്ലോകങ്ങൾ എന്നർത്ഥം. ആ ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ വർണ്ണിക്കുകയാണ് എന്നർത്ഥം. ബർഹാപീഠം, മയിൽപ്പീലികൾ കൊണ്ടുള്ള നല്ല കിരീടം, അതിസുന്ദരമായ കിരീടം വെച്ചിരിക്കുന്നു. പിന്നെയോ നടവര വപു. ഗംഭീര പ്രയോഗമാണ്. വപു എന്ന് പറഞ്ഞാൽ ശരീരം, വപുസ് എന്ന് നമ്മൾ മലയാളം പറഞ്ഞാൽ അത് നടവര. നടവരൻ അതിശ്രേഷ്ഠനായ ഒരു നടനെ പോലെ. ആ നടൻ എപ്പോഴും പഴയ നാടകത്തിൻ്റെ സങ്കല്പം ഉള്ളവർക്കറിയാമെന്നറിയാം, വിശേഷ അലങ്കാരങ്ങളോട് കൂടിയാണ് പ്രവേശിക്കുക. അതുപോലെയാണ് ഭഗവാൻ ആ വേഷഭൂഷാദികളൊക്കെ അങ്ങോട്ട് ധരിച്ച് കർണയോ കർണികാരം, കാതുകളിൽ ആ കർണികാര പുഷ്പം കൊണ്ടുള്ള അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെയോ വൈജയന്തീം ച മാലാം, വൈജയന്തി മാല ധരിച്ചിരിക്കുന്നു. രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ, ആ അധരസുധ കൊണ്ട് ആ വേണുവിൻ്റെ ദ്വാരങ്ങളെ അടയ്ക്കുന്നു. എന്തൊരു ഭാവനയാണ് ചിന്തിക്കുക. വേണു ഓടക്കുഴൽ ഊതി തൊറ്റ വാക്ക് പറയേണ്ടടുത്താണ് വ്യാസഭഗവാന്റെ ആ ഒരു ഭാവം വന്നിരിക്കുന്നത്. അധരസുധ കൊണ്ട് പൂരയൻ നിറച്ചു. പിന്നെയോ മഞ്ഞപ്പട്ട് ധരിച്ചിരിക്കുന്നു. പിന്നെ ആ ഗോപന്മാരുടെ അകമ്പടിയോടുകൂടി ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു. ഇവിടെ മുതലാണ് ശരിക്കും ഗോപികമാർ അവരുടെ ഭഗവാനോടുള്ള സങ്കല്പത്തെ അഥവാ സമീപനത്തെ മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്. അതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. അതാണ് അതുവരെ കൃഷ്ണനോട് ഒരു കൊച്ചു കുട്ടിയോടുള്ള ആ സ്നേഹവും വാത്സല്യവും ഭാവവും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ മുതൽ അവർക്ക് ആ ഭാവം മാറിത്തുടങ്ങി എന്നർത്ഥം. അതുകൊണ്ടായിരിക്കാം, ആണെന്ന് നമുക്ക് പറയാൻ പാടില്ല, ശ്രീശുബ്രഹ്മർഷി ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ അധ്യായങ്ങൾ ഭഗവാന്റെ വേറെ ചില വർണ്ണനകളാണ് സൂചിപ്പിക്കുന്നത്. കാട്ടിലെ പോയിട്ട് ഭഗവാൻ വേണു ഊതുന്ന ഭാഗമാണ് ഇവിടെ കണ്ടത്. അതാണ് വേണുഗോപാലമൂർത്തിയെ സൂചിപ്പിക്കുന്നത് തന്നെ അതാണ്. അങ്ങനെ ഇവരെ മുഴുവൻ രമിപ്പിച്ചുകൊണ്ട് ഭഗവാൻ സ്വപദരമണം പ്രാവിശത് ഗീതകീർത്തി. പിന്നീട് സൂചിപ്പിക്കുന്നത് 2 അധ്യായങ്ങൾ വിശദീകരിക്കുന്നില്ല, സൂചിപ്പിച്ചു പോവാണ്. 22ാമത്തെ അധ്യായത്തിൽ ആണ് ഭഗവാൻ ഇവർ ഭാവം, നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനോടുള്ള ഭാവം മാറിയതോടുകൂടി അവർ എളുപ്പ വഴി കണ്ടുപിടിച്ചു. ഭഗവാനിലേക്ക് പ്രത്യേക ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഭഗവാനിലേക്ക് അടുക്കാൻ ഏറ്റവും എളുപ്പ വഴി ദേവിയെ മുറുകെ പിടിക്കുക. അത് ഇന്നും പ്രസക്തമാണ്. നമ്മൾ പൂന്താനത്തിൻ്റെ കഥയിലൊക്കെ പ്രത്യേകം സൂചിപ്പിക്കുക. അത് പൂന്താനത്തിനെ ഗുരുവായൂരേക്ക് എത്തിച്ചത് തിരുവാന്താംകുന്ന് ദേവി ആണ് പറയാം. അപ്പോൾ അത് കണ്ടുപിടിച്ച് പ്രാവർത്തികമാക്കിയത് ഗോപികമാരാണ്. ഒരുപാട് ഗോപികമാരുടെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയട്ടെ എന്ന്. ഇവർക്ക് ഭഗവാനോടുള്ള ഭാവം മാറിയതോട് കൂടിയിട്ട് ഇവർ ഒന്നിച്ച് എല്ലാവരും കൂടെ പോയിട്ട് അതിരാവിലെ യമുനാ നദിയിൽ സ്നാനം ചെയ്ത് വന്നിട്ട് ദേവിയുടെ ഒരു വിഗ്രഹം ഇവർ സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി. കാത്യായനി ഭാവം, അത് ശരിക്കും ദേവിയുടെ പല ഭാവങ്ങൾ വിഭാഗത്തിലൊക്കെ നമ്മൾ കാണും. അതിലൊന്നാണ് കാത്യായനി. കാർത്യായനിയല്ല,
പണ്ടൊക്കെ എങ്ങനെയാണ് പറയുക, വന്ധ്യമാതാവിൻ്റെ പേര് കാർത്യായനി എന്നാണ്. അതൊക്കെ അന്ന് എഴുതിയിരുന്ന കാർത്യായനി എന്ന് തന്നെയാണ്. ഭാഗവതത്തിലേക്ക് വന്നപ്പോഴൊക്കെയാണ് മനസ്സിലായത് കാർത്യായനി എന്നാണ് ശരിക്കും. അമ്മയുടെ പേരൊക്കെ KAR കാർ എന്ന് തന്നെ വെച്ചാണ് എഴുതിക്കൊണ്ടിരുന്നതെന്ന് അർത്ഥം. പക്ഷെ എനിക്ക് കാർത്യായന മഹർഷിയുടെ മകളായിട്ട് ദേവി ഒരു അവതാരം എടുത്തിട്ടുണ്ട്. അതാണ് കാർത്യായനി എന്നുള്ള ആ രൂപത്തിലാണ് ഈ ഗോപികമാരൊരു ദേവി വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ദേവിയെ പ്രസിദ്ധമായ പ്രാർത്ഥന കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ നമഃ. ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും ഇതൊക്കെ സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ളതാണോന്ന്. അല്ല, സകല ജീവന്മാരുടെയും പ്രാർത്ഥനയാണ്. കാരണം പതിം മേ കുരു, മേ പതിം കുരു നന്ദഗോപസുതം, നന്ദഗോപനായ ഭഗവാൻ എൻ്റെ പതിയാകട്ടെ എന്നാരെയാണ് പ്രാർത്ഥിക്കുന്നത്? കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി. യോഗി, യോഗേശ്വരൻ, യോഗേശ്വരേശ്വരൻ, ഇങ്ങനെ പല ഭാവങ്ങളിൽ ഭഗവാനെ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കും. അതുപോലെയാണ് ഇവിടെ ദേവിയും വർണ്ണിച്ചത്. മഹായോഗിന്യധീശ്വരി, അങ്ങനെ യോഗേശ്വരേശ്വരിയായ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥന? നന്ദഗോപസുതം മേ പതിം കുരു. ഞങ്ങൾക്കെന്ന് കോമൺ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയല്ല ഇവിടെ ശ്രദ്ധിക്കുന്നത്. എന്തുകൊണ്ട്? ഓരോ ജീവനും തൻ്റെ ഉള്ളിൽ ഈ ബോധം നന്നായിട്ട് ഉറയ്ക്കണം അല്ലേ? അത് പറയുമ്പോൾ മീ ടു മീയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കുറച്ച് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് നന്നാകുമെന്ന് തോന്നുന്നത്. ഈ ലോവർ മീയിൽ നിന്ന് ഹയർ മീയിലേക്കുള്ള പോക്കാണ്. അൺറിയൽ ഐയിൽ നിന്ന് റിയൽ ഐയിലേക്കുള്ള പോക്കാണ്. സാധാരണ എല്ലാ ജീവനും താൻ ജീവനാണ്, ഈ ശരീര മനോബുദ്ധിയാദികളുമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നുള്ളൊരു തോന്നലിലാണ് നിൽക്കുന്നത്. അതാണ് നമ്മുടെ ലോവർ നേച്ചർ. അതിൽ നിന്ന് നമ്മൾ ഹയർ നേച്ചറിലേക്കുള്ള യാത്രയാണ്. അതാണ് ശരിക്കും മീ ടു മീ. ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചാൽ ധാരാളമില്ല ചിന്തിക്കാനുണ്ട് എന്ന്. അപ്പോൾ ഗോപികമാരൻ സാധാരണ ആ ഒരു തലത്തിൽ നിന്ന് അവരുയരാൻ തുടങ്ങുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? നന്ദഗോപസുതം മേ പതിം കുരു. അതിന് ദേവിയെ ആശ്രയിച്ചു. കാരണം ദേവിയുടെ മാതൃവാത്സല്യം അല്ലേ, മാതൃവാത്സല്യത്തിന് പകരം വെക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ ദേവിയെ ആശ്രയിച്ചാൽ ഭഗവാനിലേക്ക് എത്തും എന്നാദ്യം ആവർത്തിക്കുകയാണ്. ആദ്യം കണ്ടുപിടിച്ച് പ്രാവർത്തികമാക്കിയ മഹതികളാണ് ഗോപികമാർ എന്നർത്ഥം. അങ്ങനെ അവിടെ അത് കഴിയുമ്പോഴാണ് ഭഗവാൻ ഇവർക്ക് പ്രോമിസ് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങളുടെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ ഒരു കാര്യം സൂചിപ്പിച്ചിട്ട് പോകാം. കാരണം ഈ ഗോപികമാരുമായിട്ടുള്ള ഭഗവാന്റെ ബന്ധത്തെ പലയിടത്തും ശരിയല്ലാത്ത രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ അവിടെ ഈ 22-ാമത്തെ അധ്യായത്തിലാണ് ഭഗവാൻ പ്രത്യേകം സൂചിപ്പിക്കും, എന്നിൽ അർപ്പിക്കപ്പെട്ട കാമം സാധാരണ കാമം പോലെ അല്ല. അവിടെ യോഗേശ്വരേശ്വരൻ എന്ന് തന്നെ ഭഗവാനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. വറുത്തതോ വേവിച്ചതോ ആയ വിത്ത് പിന്നീട് മുളയ്ക്കാത്തതുപോലെ എന്നിൽ അർപ്പിക്കപ്പെട്ട കാമം സാധാരണ കാമം പോലെ അല്ല. ന മയ്യാവേശിതധിയാം കാമ കാമായ കൽപ്പതേ ഭർജിതാക്വതിധാന പ്രായോ ബീജായ നേഷ്യതേ. വളരെ വളരെ ശ്രദ്ധേയമായ, നേരത്തെ പറഞ്ഞ പോലെ ഭാഗവതത്തിൽ ഒരു ശ്ലോകവും പ്രധാനപ്പെട്ടതെന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല, കാരണം എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കിട്ടിയ അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ശ്രദ്ധേയം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഉറപ്പിച്ച് പറഞ്ഞു, എന്നിൽ ഉറച്ച മനസ്സെന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധിയുണ്ട് എന്നർത്ഥം. കാരണം മയ്യേവ മനെ ആധൽസ്വ മയി ബുദ്ധിം നിവേശിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. ഉറപ്പായിട്ട് ഭഗവാൻ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഉറക്കെ ചിന്തിക്കാറുള്ളതാണ്, ഭഗവാൻ നമ്മളോട് വേറൊന്നും ചോദിച്ചിട്ടില്ല, മനസ്സും ബുദ്ധിയും എനിക്ക് തരുമെന്നാണ് പറഞ്ഞത്. തമാശ നമ്മൾ പറയാം, അതല്ലാത്തൊക്കെ നമ്മൾ കൊടുക്കാനും തയ്യാറാകും.
കുറേ പണവും കൊടുക്കും, സ്വർണ്ണ കിരീടവും കൊടുക്കും, അതൊക്കെ കൊടുക്കും. പക്ഷേ ഞാൻ എൻ്റെ എന്ന ഭാവത്തെ കൊടുക്കാൻ തയ്യാറാവാറില്ല. എല്ലാം കൊടുത്തു കഴിയുമ്പോഴും ആര് കൊടുത്തു? ഞാൻ കൊടുത്തു. ഇവിടെ ആരാ മുഴിച്ചു നിൽക്കുന്നത്? ഞാനാണ്. നോക്കൂ, അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഉറപ്പ് പറഞ്ഞു, തുടക്കത്തിലൊക്കെ ആയിക്കോളൂ. അതുകൊണ്ട് മയ്യേവ മന ആസൽസ്വ മൈ ബുദ്ധിം നിവേശ. അങ്ങനെ എന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ കാമായ കൽപ്പതേ, മറ്റൊരു വസ്തുവിനോടോ വ്യക്തിയോടോ തോന്നുന്ന ഒരു കാമം അല്ല. കാമം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, മലയാളത്തിൽ പറയുന്ന അർത്ഥത്തിൽ മാത്രമല്ല സംസ്കൃതത്തിൽ കാമം എന്നുള്ള വാക്ക്. എന്തിനെങ്കിലുമൊക്കെ ഇൻറ്റൻസ് ഡിസയർ ഫോർ പൊസഷൻ ആൻഡ് എൻജോയ്മെൻറ്റ്, ഇങ്ങനെ പറയാം. ഇംഗ്ലീഷിൽ അങ്ങനെ ഉപയോഗിക്കാമെന്ന് അർത്ഥം. ഇൻറ്റൻസ് ഡിസയർ, അത് മലയാളത്തിൽ പറയുമ്പോൾ എപ്പോഴും ധ്വനി വേറെയാണ് എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ഉറപ്പായിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു ആഗ്രഹം എന്നിലാണ് വരുന്നതെങ്കിൽ അത് നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞത്. എന്ത്? വറുത്തതോ വേവിച്ചതോ ആയ വിത്ത് പിന്നീട് മുളയ്ക്കാത്തതും. അവൽ സമർപ്പിക്കുന്നതിലൊക്കെ ഈ തത്വം ഉണ്ടെന്നർത്ഥം. അത് ഉറപ്പായിട്ട് ഭഗവാൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗോപികമാരുടെ ആ പ്രാർത്ഥനയെ ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ അവർ ഇനി ഇത് ബോധ്യമാകുന്നത് ഭഗവാൻ തന്നെ ഉദ്ധവരോട് പറയുന്നിടത്ത്, ഇത് നമ്മൾ സമയം അനുവദിക്കുമെങ്കിൽ ഗുരുദേവൻ്റെ സങ്കല്പം ഉണ്ടെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കട്ടെ. ഏകാദശ സ്കന്ധത്തിൽ സത്സംഗത്തിൻ്റെ മഹിമ പറയുന്ന ഭാഗത്ത് ഭഗവാൻ ഉദ്ധവരോട് പറയും, ഗോപികമാരാദ്യം എന്നോട് ജാരഭക്തി, ശ്രദ്ധിക്കുന്ന വാക്ക്, ജാരെന്ന് പറഞ്ഞാൽ ഭർത്തൃമതിയായ സ്ത്രീക്ക് മറ്റൊരു പുരുഷനോട് തോന്നുന്ന വികാരത്തെയാണ് ജാരഭാവം എന്ന് പറയുന്നത്. തുടക്കത്തിൽ അവരങ്ങനെ ആയിരുന്നു. പക്ഷേ എൻ്റെ ശരിയായ, നമ്മുടെ ഭാഷ പറയാണ്, ഐഡൻറ്റിറ്റി മനസ്സിലായതോടുകൂടി അവരുടെ ഭാവം മാറി. ഇത് ഗോപികമാരോടല്ല ഭഗവാൻ നേരിട്ട് പറയുന്നത്, ഉദ്ധവരോട് ഗോപികമാരുടെ മാഹാത്മ്യം പറയുന്നത് ഭഗവാൻ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ പതിമേ ഗുരു, നമ്മൾ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ പ്രാർത്ഥനയാണ് അവരെ നയിക്കുന്നത്. അതിനു മുമ്പാണ് ഈ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ ഭാവത്തെ കുറച്ച് ശ്ലോകങ്ങൾ. അത് ഗോപികമാർ അവരുടെ ഭാവനയിൽ നിന്ന് ഈ ബർഹാപീഠം സൂചിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ 21-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ 19 വരെയുള്ള 13 ശ്ലോകങ്ങളാണ് ആദ്യം നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ സൂചിപ്പിച്ച് പോകാം. അതിലാദ്യം സൂചിപ്പിക്കുന്നത് അക്ഷണ്വതാം ഫലമിതം ന പരം വിദാമഹ സഖ്യപശൂനനു വിവേശതയോർ വയസ്യൈഹി വക്രം ഹൃദയേശസുതയോരനുവേണുജുഷ്ടം ഏർവാനിവീതം അനുരക്തകടാക്ഷമോക്ഷം. ഒറ്റ വാക്കിൽ ആ ഗോപികമാരുദ്ദേശിച്ചത് മുഴുവൻ നമുക്ക് മനസ്സിലാക്കാം. കണ്ണ് ഉണ്ടായാൽ സാധിക്കേണ്ടത് ഈ ദർശനമാണ്. കണ്ണുകൾക്ക് ജന്മസാഫല്യം. ഈ അടുത്ത കാലത്തൊക്കെ ഇതിലൊക്കെ പ്രചരിക്കാറ ഒരു പാട്ടുണ്ട്, കണ്ണെന്തിന് തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ, കാതെന്തിന് തന്നു. അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും സാഫല്യം ഉണ്ടാകണമെങ്കിൽ അത് ഭഗവന്മയം ആകണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സനാതനധർമ്മത്തിൻ്റെ മഹത്തായ സങ്കല്പങ്ങളിൽ അനേകം സങ്കല്പങ്ങൾ ഉണ്ട്. അതിലൊരു ശ്രദ്ധേയമായൊരു വസ്തുതയാണ് ഇത്. തൃതീയ സ്കന്ധത്തിൽ ദേവഹൂതിക്ക് ഭഗവാൻ ഉപദേശം നൽകുന്ന കപിലവാസുദേവൻ്റെ ആ ഉപദേശം കൊടുക്കുന്നിടത്ത് ഭാഗം, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വ്യവഹാരങ്ങൾ എല്ലായ്പ്പോഴും ഈശ്വരമയമായാൽ അതിനെ ഭക്തി എന്ന് വിളിക്കാമെന്നാണ് അർത്ഥം. ശ്രദ്ധിക്കണേ, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും എല്ലാ കാലത്തുമുള്ള എല്ലാ വ്യവഹാരങ്ങളും ഭഗവന്മയം, ഭഗവാനുമായിട്ട് കണക്റ്റഡ് അല്ലേ. ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കൊക്കെ സ്ഥിരം അറിയാവുന്ന വാക്കാണ് സ്റ്റേ കണക്റ്റഡ്. ആ സ്റ്റേ കണക്റ്റഡ് എപ്പോഴും ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കണം. ഭഗവാൻ അതിന് ഉപയോഗിച്ച വാക്ക് തന്നെ ഏനകേനാപ്യുപായേന, ഏതുപായമാണ്. ഗോപിയതരാമൃതത്തിൻ്റെ പേരിലാകട്ടെ വേറെ ഏതെങ്കിലും പേരിലാകട്ടെ മനസ്സ് ഭഗവാനിലുണ്ടോ. നിരന്തരം എന്നുള്ള വാക്ക് പറയുന്നത്, വിത്തൗട്ട് എനി ഇൻറ്ററപ്ഷൻ, വിത്തൗട്ട് എനി ഗ്യാപ്പ്, അതാണ് ഭക്തി എന്നാണ്. ഇത് തന്നെയാണ് കാപിലത്ത് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഭാഗവതത്തിൻ്റെ അടിസ്ഥാനപരമായ ഭക്തിയെക്കുറിച്ചുള്ള സങ്കല്പം അതാണ്. അതാണ് ഇവിടെ അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണിന് സാഫല്യം ഉണ്ടാകുന്നത്
ഈ കൃഷ്ണനെ കാണുന്നതോട് ചുരുക്കി സൂചിപ്പിക്കുകയാണ് അല്ലേ. അവരിങ്ങനെ പിന്നെ ഭാവനയിൽ കൂടിയാണ് എന്ന്. ഇത് വൃന്ദാവനവും ഈ പറയുന്ന സ്ഥലവുമായിട്ട് കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട്. 10-12 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു വ്രജവും ഇതുമായിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ സാധാരണഗതിയിൽ അവിടെയുള്ള ഭഗവാന്റെ വേണുഗാനം ഇവിടെ കേൾക്കാൻ സാധ്യതയില്ല. പക്ഷേ കണ്ണും കരളും പൂർണ്ണമായിട്ട് ഭഗവാനിൽ സമർപ്പിച്ചവർക്ക് ഭഗവാന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. അതുകൊണ്ട് അവർ നേരിട്ട് കേട്ടു എന്ന് തന്നെ വിചാരിക്കാം. അതൊന്നും സ്പഷ്ടമാക്കിയിട്ടില്ല ഭാഗവതത്തിൽ. ചിലയിടത്ത് അത് അവരുടെ ഭാവനയാണെന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നു. പിന്നെ അത് മുഴുവൻ പിന്നെ അവരുടെ ഭാവനയാണ്. ഓരോ ശ്ലോകങ്ങളായിട്ട് വായിക്കുന്നില്ല. ഓരോ ഗോപസ്ത്രീകളിങ്ങനെ ഇരുന്നിട്ട്, കാരണം ഒരു ഭഗവാൻ അവിടെ വന്നപ്പോൾ മുതൽ പലതരത്തിലും നേരത്തെ സൂചിപ്പിച്ചു, കൊച്ചുകുട്ടിയായിട്ടിരുന്ന് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടെന്ന് അപ്പോൾ മുതലേ ഇവരൊക്കെ മുഖ്യമായ തൊഴിൽ അങ്ങനെ പറയട്ടെ എത്രയും പെട്ടെന്ന് വീട്ടുകാര്യങ്ങളൊക്കെ തീർക്കുക, വ്രജത്തിൽ കൃഷ്ണൻ്റെ അടുത്ത് വരിക, എങ്ങനെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൃഷ്ണൻ ബാല്യലീലകൾ വർണ്ണിക്കുന്നിടത്തൊക്കെ ഗംഭീരമായിട്ട് ഗോപികമാരുടെ ഹൃദയത്തെ ഭഗവാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിക്കും. വെണ്ണമോഷണം വളരെ പ്രസിദ്ധമാണല്ലോ എന്നർത്ഥം. വെണ്ണ മോഷ്ടിക്കുന്നത് തന്നെ വെണ്ണ എന്ന് പറയുന്നത് ഇതിൻ്റെ സത്താണല്ലോ എന്നർത്ഥം. പാലിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അതിൻ്റെ സത്തിനെ കടഞ്ഞെടുക്കുന്നതാണ് വെണ്ണ. ഇതുപോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യത്തിനെ അതുപോലെ അങ്ങോട്ട് മനസ്സിലാക്കി, അഥവാ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന മനസ്സിൽ ഏകാഗ്രമാക്കി ഗോപികമാരുടെ ഭക്തിയെയാണ് അവിടെ, മനസ്സിനെയാണ് വെണ്ണ എന്ന് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുദേവൻ്റെ വാക്ക് കഴിഞ്ഞ ദിവസം അധ്യാത്മാനന്ദ സ്വാമി അവിടെ കോട്ട് ചെയ്യുകയുണ്ടായി എന്നറിഞ്ഞത്. ഗുരുദേവ് ഒരു തമാശന് പറഞ്ഞ ഒരർത്ഥം, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമ്മൾ ജപിക്കാറുണ്ട്. ഹരേ എന്ന് പറഞ്ഞാൽ ഹരിക്കൂ ഹരിക്കൂ എന്നാണ് എന്നർത്ഥം. അപ്പോൾ ഗുരുദേവന് പറഞ്ഞത് തന്നെ ലൂട്ടർ കൃഷ്ണ ലൂട്ടർ കൃഷ്ണ ലൂട്ടോ ലൂട്ടോ എന്നാണ്. അപഹരിക്കൂ. എന്തുകൊണ്ട്? തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഞാനും എൻ്റേതും ഇത്തിരി തടസ്സം നിൽക്കും. അതുകൊണ്ടാണ് കുചേലൻ്റെ കയ്യിൽ നിന്ന് ഭഗവാൻ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. അവൽപ്പൊതി കുചേലൻ കൊടുത്തു എന്നല്ല പറയുന്നത്. ഗോപികമാരുടെ വെണ്ണ അവർ തയ്യാറാക്കി വെക്കും, ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കില്ല. എന്തുകൊണ്ട്? ആ പേരിൽ ഭഗവാൻ വരട്ടെ, ഇതാ വെണ്ണ അപഹരിക്കട്ടെ. ഇങ്ങനെ അവർ ഓരോ തരത്തിലങ്ങോട്ട് ഭാവിക്കും. അപ്പോൾ ഓരോ ഗോപികമാർ, അതുകൊണ്ടാണ് ഇത് പ്രത്യേകം സൂചിപ്പിക്കും, കമൻട്രിയിലൊക്കെ പ്രത്യേകം പറയും, പൂർവാപര സംബന്ധമില്ല. ഒരു ശ്ലോകത്തിൽ പറയുന്നതും അടുത്ത ശ്ലോകത്തിൽ പറയുന്നതുമായിട്ടൊരു കണക്റ്റിവിറ്റി ഒന്നും കാണില്ല. കാരണം ഓരോരുത്തരും അവരവരുടെ ഭാവനയിൽ നിന്ന് പറയുന്ന ശ്ലോകങ്ങൾ. രണ്ടാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു, മാവിൻ തളിര്, മയിൽപ്പീലി, നീലത്താമര, ഇതൊക്കെ കൊണ്ട് ആ ഭഗവാൻ ഇങ്ങനെ നടുവിലിരുന്ന് ശോഭിക്കും. എപ്പോഴും ഭഗവാന്റെ ഇരിപ്പ് അങ്ങനെയാണ് എന്നർത്ഥം. ഗോപന്മാരൊക്കെ ഇങ്ങനെ അർത്ഥചന്ദ്രാകൃതിയിൽ സെമി സർക്കിളിലേക്ക് ഭഗവാൻ എടുക്കാട്ട്. അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ കാണാം, അതുപോലെ ഇരിക്കണം എന്നാണ് എന്നർത്ഥം. അങ്ങനെ ഇരുന്നിട്ട് ആ ഭഗവാൻ പാടുന്നു, ഇവരിങ്ങനെ മനോഹരമായിട്ടത് ആസ്വദിക്കുന്നു. ഇതൊക്കെ ഇവരിങ്ങനെ മനസ്സുകൊണ്ട് കാണുകയാണ് എന്നർത്ഥം. പിന്നീട് സൂചിപ്പിക്കുന്നു ആ വേണുവിൻ്റെ ഒരു ഭാഗ്യം ഓരോരുത്തരുടെ ഭാവനയാണ്. അടുത്തയാൾ ഉടനെ പറയാണ്, ഗോകുകിമാചരദയം കുശലസ്മ വേണുർ ദാമോദര അധരസുധാമപി ഗോപികാനാം. ആ ദാമോദരൻ്റെ അധരസുധയെ പാനം ചെയ്യാൻ ഈ മുളംകമ്പിന് ഭാഗ്യം കിട്ടിയില്ലേ. പഴയ സിനിമാ പാട്ട് പെട്ടെന്ന് ഓർമ്മ വന്ന് പറഞ്ഞോട്ടെ. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്ന് പാട്ടിൻ്റെ പാലാഴി തീർക്കുന്നു. സുന്ദരമായ ഒരുപാട് സപ്താഹവേദികളിൽ നമ്മളിത് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. കാട്ടിലെ പാഴ്മുളം തണ്ടാണ്, പക്ഷേ അതിന് പാട്ടിൻ്റെ പാലാഴി സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതിന് നല്ല ഉറപ്പുണ്ട്, ഈ ശബ്ദം എൻ്റെ അല്ല, പക്ഷേ എനിക്ക് കിട്ടിയ അതുല്യമായ ഭാഗ്യം എന്ത്? ഭഗവാന്റെ ശബ്ദത്തെ വഹിക്കാൻ കഴിഞ്ഞില്ലേ. ഇതാണ് നമുക്കൊക്കെയുള്ള സംതൃപ്തി. ആ ഗുരുനാഥൻ്റെ കയ്യിലെ ഒരു ഉപകരണമാകാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ലേ. അഹോഭാഗ്യം.
അങ്ങനെ അവർ ഭാവിച്ചു ആ വേണുവിൻ്റെ. പിന്നെ ഗോപികമാരുടെ ഈ വാക്കുകളിലൊക്കെ എന്താ പറയുക, നല്ല അർത്ഥത്തിലുള്ള ഒരു അസൂയയുടെ സ്വരം കാണാമെന്നർത്ഥം. അസൂയ നല്ല കാര്യത്തിന് നല്ലതാണെന്ന് പറയാറുണ്ട് എന്നർത്ഥം അല്ലേ. അസൂയ ഒരു ദോഷമായിട്ട് വരുമ്പോഴാണ്, അതൊരു വൈകൃതത്തെ സൃഷ്ടിക്കുമ്പോഴാണ് അസൂയ മോശമാകുന്നത്. ഭഗവാൻ അർജുനെ ഇടയ്ക്കിടയ്ക്ക് അനസൂയവേ എന്ന് വിളിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ എന്നർത്ഥം. അസൂയ ഇല്ലാത്തവനെ എന്നർത്ഥം. അപ്പോൾ ഇവർക്കിവിടെ ഈ വേണുവിനോട് അസൂയ തോന്നുകയാണ്. എന്തുകൊണ്ട്? ഞങ്ങൾക്ക് അസൂയ നമുക്ക് എപ്പോഴാണ് വരുന്നത്? എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ച ഒരു സംഗതി എനിക്ക് കിട്ടിയില്ല, മറ്റൊരാൾ, അപ്പോഴല്ലേ അസൂയ വരുന്നത്. ഈ ദാമോദര അധരമൃതം പാനം ചെയ്യാനുള്ള ഞങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നില്ല, അതാ വേണുവിന് സാധിക്കുന്നില്ലേ. അപ്പം വേണുവിനോട്, വേണു എന്ന് പറഞ്ഞാൽ ശരിക്കും മുളങ്കമ്പെന്നേ അർത്ഥമുള്ളൂ. നമ്മൾ പറഞ്ഞ് അത് വേണുഗാനം ഓടക്കുഴലായിട്ട് വംശിയായിട്ട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അവർക്ക് അതിനോടൊരു അസൂയ അങ്ങോട്ട് തോന്നി എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ ഓരോ ഭാവനകളാണ് എന്നർത്ഥം. പിന്നീട് സൂചിപ്പിക്കുന്നു ആ വൃന്ദാവനത്തിൻ്റെ ഒരു മാഹാത്മ്യം നോക്കൂ സഖി. അടുത്ത സഖി എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അല്ലയോ അതൊക്കെ ഇരിക്കട്ടെ, എപ്പോഴും നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അതിരിക്കട്ടെ. ഞാൻ എന്താ പറയുന്നത്? വൃന്ദാവനം സഖിഭൂ വിധിനോതി കീർത്തിം. ലോകത്തൊരു ഭൂപ്രദേശത്തിനും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് നമ്മുടെ വൃന്ദാവനത്തിന് കിട്ടിയിരിക്കുന്നത് അല്ലേ. അതങ്ങോട്ട് ഇപ്പം അങ്ങോട്ട് കീർത്തിയെ ഇതിന് ഗോപികമാരുടെ ഗോപിക ഗീതം എന്ന പ്രസിദ്ധമായ ഭാഗത്ത് കാണാമെന്നർത്ഥം. അതുകൊണ്ട് ആ ഭഗവാൻ തൻ്റെ താമരപ്പൂ പോലെയുള്ള പാദങ്ങളെ വെച്ച് അനുഗ്രഹിച്ചില്ലേ. നേരത്തെ പറഞ്ഞ ഉദ്ധവരുടെ പ്രാർത്ഥന അവസാനം നമ്മൾ കേൾക്കും. എന്ത്? ഈ വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ട് ജനിക്കാൻ എനിക്ക്, ഏതൊരു പാട്ടിനകത്ത് അടുത്ത കാര്യത്തിൽ അല്ലേ, അതിവിടെ വന്ന് ജ്യോതിദാസ് പാടിയതിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കാൻ, പുല്ലായിട്ടോ കല്ലായിട്ടോ ഒക്കെ, വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ടോ കല്ലായിട്ടോ എനിക്ക് ആരാ പ്രാർത്ഥിക്കുന്നത്? ഉദ്ധവോ ബുദ്ധിസത്തമഹ. ദശമം 46 ഉദ്ധവരെ അവതരിപ്പിക്കുന്ന ശ്ലോകം അങ്ങനെയാണ്. വൃഷ്ണീനാംബ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈത സഖാ. കൃഷ്ണന് പ്രിയപ്പെട്ട സഖാവാണ്, വൃഷ്ണികളുടെ പ്രസിദ്ധനായ മന്ത്രിയാണ്. ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ബൃഹസ്പതിയുടെ ശിഷ്യൻ. ഉദ്ധവോ ബുദ്ധിസത്തമഹ. ബുദ്ധിസത്തമനായ ഉദ്ധവരെയാണ് ഭഗവാൻ നിയോഗിക്കുന്നത്. അവിടെ ചെന്ന് ഗോപികമാരുടെ ഭക്തി കണ്ടതോടുകൂടി ഉദ്ധവർ ഉറപ്പിച്ചു ഇതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ വന്ദേ അന്തവ്രജസ്ത്രീണാം ബാദരേണുമഭീഷ്ണശഃ യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം അനുസ്മരിച്ചുകൊണ്ട് ഗോപിവചനാമൃതം ആരംഭിക്കുന്നത്. ഗോപിവചനാമൃതം സമർപ്പിക്കുന്നതും ഈ ശ്ലോകത്തോടു കൂടിയാണ്. ബുദ്ധിസത്തമനായ ഉദ്ധവർക്ക് അവിടെ ചെന്ന് കണ്ടതോടുകൂടിയാണ് തൻ്റെ സങ്കല്പങ്ങൾ മുഴുവൻ ഗോപികമാരുടെ പ്രേമഭക്തിക്ക് മുമ്പിൽ തൻ്റെ ജ്ഞാനഭക്തി ഒന്നുമല്ലാത്തത്. അതിനു വേണ്ടിയിട്ടാണ് പല ആചാര്യന്മാരും അങ്ങനെ തന്നെ സൂചിപ്പിക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒരു പാഠം പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഉദ്ധവരെ തന്നെ അങ്ങോട്ട് അവിടെ നിയോഗിച്ചത്. അതുകൊണ്ടാണ് ഉദ്ധവരെ അവതരിപ്പിക്കുന്നിടത്ത് ബുദ്ധിസത്തമാണെന്ന് പ്രത്യേകം സൂചിപ്പിച്ചതാണ്. ഗോപികമാരുടെ ഭക്തി കണ്ടതോടുകൂടി അവർ ഇനി ഇതിനപ്പുറമൊന്നുമില്ല. അതുകൊണ്ടാണ് വന്ദേ നന്ദവ്രജസ്ത്രീ. നമ്മുടെ ഭാഷ പറയുകയാണ് 4ാം ക്ലാസ് പഠിച്ചിട്ടില്ലാത്ത, ഉപനിഷത്ത് പഠിച്ചിട്ടില്ലാത്ത, ഒന്നുമില്ലാത്ത ഗോപികമാരുടെ പാദരേണുക്കളെ ഞാൻ നമസ്കരിക്കുന്നു. ആര്? ബുദ്ധിസത്തമനായ ഉദ്ധവർ. ഉദ്ധവർ എന്ന് പറയുന്നതിൽ തന്നെ പേരിന് പ്രാധാന്യമുണ്ട്. സാധാരണ നിലയിൽ നിന്ന് ഉയർന്നവനാണ് ഉദ്ധവൻ. ആ ഗോപികമാരുടെ പാദരേണുക്കളെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. എന്താ വിശേഷണം? യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ആരുടെ ഹരികഥോദ്ഗീതമാണോ പുനാതി ഭുവനത്രയം, ഭുവനത്രയത്തെയും ശുദ്ധീകരിക്കുന്നത്. അതാണ് ഭഗവത് കഥകളുടെ പ്രാധാന്യം.
ആ ഗോപികമാരിൽ കൂടിയാണിത്, അഥവാ ഉദ്ധവരിൽ കൂടിയാണ് സാക്ഷാൽ വേദവ്യാസ ഭഗവാൻ ഇത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ വൃന്ദാവനത്തിൻ്റെ മാഹാത്മ്യം ഭംഗിയായിട്ട് അവർ സൂചിപ്പിക്കുന്നു. എന്താ ഇത്, ആ ഭഗവാന്റെ പാദങ്ങൾ അവിടെ അനുഭവിക്കാൻ അവർക്ക് സാധിച്ചില്ലേ? എന്നിട്ടോ ആ സമസ്ത ജീവജാലങ്ങൾ, ഇവിടെ പ്രത്യേക ശ്രദ്ധേയമായൊരു സംഗതി, സനാതനധർമ്മത്തിൻ്റെ ഈശ്വര സങ്കല്പത്തെ ഭംഗിയായിട്ട് സൂചിപ്പിച്ചു എന്ന് ശ്രദ്ധിക്കണം. കാരണം എവിടെയോ ഇരിക്കുന്ന ഒരു ഈശ്വരനെ അല്ല സനാതനധർമ്മം പറഞ്ഞു തരുന്ന ആൾക്കാർ. സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ച് ഏതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണോ ഇതൊക്കെ സക്രിയങ്ങളാകുന്നത്, സജീവങ്ങളാകുന്നത്, ആ ചൈതന്യമാണ് ഈശ്വരൻ, ബ്രഹ്മം, ഭഗവാൻ എന്നൊക്കെ സനാതനധർമ്മത്തിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതയെന്ന് ഭാഗവതം ഉറപ്പിച്ച് പറയുന്നത്. ആ ഒരേ ഒരു ചൈതന്യമാണ് ഭഗവാനെന്നും ആത്മാവെന്നും ബ്രഹ്മെന്നും ഒക്കെ അറിയപ്പെടും. അത് മനസ്സിലാക്കിയ ഭക്തകളായിരുന്നു ഗോപികമാർ. അതിന് ഗോപികാഗീതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണും, നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക്. അല്ലേ, ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇത് ഗോപികാനന്ദനാണെന്നാണ്. കാരണം അവരുടെയൊക്കെ സങ്കല്പം കംസവധത്തിന് പോകുന്നത് വരെ നന്ദഗോപരുടെയും യശോദയുടെയും മകനായിട്ടാണല്ലോ ഭഗവാൻ അവിടെ. അതുകൊണ്ട് ഇത് വെറും ഒരു നന്ദഗോപസുതനല്ല, പിന്നെ അഖിലദേഹിനാം അന്തരാത്മദൃക്, സമസ്ത ചരാചരങ്ങളിൽ, യൂണിസെല്ലുലർ അമീബ മുതൽ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ജീവനിൽ വരെ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ആ പരമപ്രകാശം, ആ സത്യം കൂടി കണ്ടെത്തിയവരായിരുന്നു ഗോപികമാർ. ആ രീതിയിൽ അവർ ആ ജീവജാലങ്ങൾ, മറ്റുള്ള ജീവജാലങ്ങളിൽ പോലും ഈ ആത്മാനന്ദം അനുഭവിക്കുന്നവരായിട്ട് ഭാവന ചെയ്യാൻ അവർ കഴിഞ്ഞു. സാധാരണ ഇത്ര സൂക്ഷ്മമായിട്ടൊന്നും നമുക്ക് ഭാഗവതവേദികളിൽ ചർച്ച ചെയ്യാൻ പറ്റാറില്ല, ശ്രദ്ധിക്കുമെന്ന്. അതുകൊണ്ട് ആ സമസ്ത ജീവജാലങ്ങളും അങ്ങനെ ആത്മാനന്ദം അനുഭവിക്കും. കാരണം ആ തലത്തിലേക്ക് എത്തിയ ഒരാൾക്ക് എല്ലാറ്റിലും അതേ കാണാൻ സാധിക്കും. അതാണല്ലോ മഹാത്മാക്കളുടെ പ്രത്യേകത, അതാണ്. പണ്ട് ഏതോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മരം കാണിച്ചിട്ട് ഗുരുദേവനോട് ആരോ ചോദിച്ചു, ഗുരുദേവ് വാട്ട് ഈസ് ദിസ് ട്രീ എന്ന് പറഞ്ഞു. ബ്രഹ്മൻ ഇൻ ദ ഫോം ഓഫ് എ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞത്. ആ ഒരു ബ്രഹ്മം ഒരു കോക്കനട്ട് ട്രീ അല്ലെങ്കിൽ ഒരു വാഴ. അപ്പോൾ ആ ഗോപികമാരെ ഏത് ഭാവത്തിലേക്ക് ഉയർന്നവരായിരുന്നു എന്നുള്ള വാക്ക് വേദവ്യാസ ഭഗവാൻ പ്രത്യേകം സൂചിപ്പിക്കുന്നു. ധന്യാസ്മൂഢമതയോപി, പോട്ടെ, ഇതൊക്കെ ഇരിക്കട്ടെ, ഓരോരുത്തരുടെ വാക്കുകളാണ്, അതിരിക്കട്ടെ. ഈ മാൻപേടകൾ എന്താ ഇങ്ങനെ ധന്യരായത്? ശ്രദ്ധിക്കുന്നത് ഓരോ ഭാവങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ നിശ്ചഷ്ടമായ ഭൂമിക്ക് എങ്ങനെ ഉണ്ടാകുന്നു, വൃക്ഷലതാദികൾ എങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം ആസ്വദിക്കുന്നു, വേണു എങ്ങനെ ഇത് ആസ്വദിക്കുന്നു. അടുത്ത ഒരാൾ പറയാണ് മൂഢമതയോ വിഹരിണ്യ. മൂഢം, എന്തുകൊണ്ട് മൂഢൻ? വേണ്ടതുപോലെ ചിന്തിച്ച് ഉറപ്പിക്കാൻ കഴിയാത്തവരെയാണ് മൂഢൻ എന്നാണ്. ഭജഗോവിന്ദത്തിലൊക്കെ ആചാര്യനെ ഉപയോഗിക്കുന്ന വാക്കായത്, മൂഢ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി, ആ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പം അറിയേണ്ടതുപോലെ അറിയേണ്ടവരിൽ നിന്ന് ഗ്രഹിച്ച് ബോധിക്കാത്തവരെയൊക്കെ മൂഢൻ എന്നുള്ള ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ മൂഢമതയോപി, മൂഢമതികളായ എന്ന് പറഞ്ഞാൽ അവിടെ വിശേഷബുദ്ധിയില്ല. മനുഷ്യനെ എപ്പോഴും അങ്ങനെയാണ് വിശേഷിപ്പിക്കുക എന്ന്. മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് 84 ലാക്ക് സ്പീഷീസ് ഉണ്ടെന്നാണ് നമ്മുടെ ശാസ്ത്രം. 84 ലക്ഷം സ്പീഷീസ്, എണ്ണമല്ല, വർഗങ്ങൾ, സ്പീഷീസിൻ്റെ പേരായിട്ടാണ്. അതിൽ ഏറ്റവും വിശേഷബുദ്ധിയുള്ള ആളാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് പിന്നെ ബ്രഹ്മദേവൻ വേറെ സൃഷ്ടി ഇതുവരെ, നാളെ എന്താണെന്ന് അറിഞ്ഞൂടാ, ഇതുവരെ വേറെ സൃഷ്ടി ആലോചിച്ചിട്ടില്ല.
നമ്മൾ ഭാഗവതം പറയുന്ന തമാശ പറയാറുണ്ട്, വേറെ ആരും അഭിനന്ദിക്കാനില്ലാത്തതുകൊണ്ട് ബ്രഹ്മദേവൻ സ്വന്തം തോളത്തുനിന്ന് തട്ടിയിട്ട് ഗുഡ് ഗുഡ് വെൽ ഡൺ എന്നിട്ട് തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ബോധിക്കാൻ കഴിവുള്ള ഒരു സ്പീഷീസിനെ നിർമ്മിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ബ്രഹ്മദേവൻ സ്വയം സന്തോഷിച്ചു എന്നാണ് പറയാൻ. ബ്രഹ്മാവലോകധിഷണ എന്ന വാക്കാണ് ഭാഗവതം ഉപയോഗിച്ചത്. ഇതിനെല്ലാം ആധാരമായ അല്ലേ ആ ചൈതന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ഒരു വർഗത്തെ എനിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞുവല്ലോ. അതില്ലാത്ത കൊണ്ടാണ് അല്ലേ പൂജ്യ ഗുരുദേവ് പറയും, ഓൾ ബീയിങ്സ് എക്സിസ്റ്റ്, ഹ്യൂമൻ ബീയിങ്സ് അലോൺ ക്യാൻ ലിവ്. എക്സിസ്റ്റൻസും ലൈഫും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യുകയാണ്. ഓൾ ബീയിങ്സ് എക്സിസ്റ്റ് ബട്ട് ഹ്യൂമൻ ബീയിങ്സ് അലോൺ ക്യാൻ ലിവ്. ഗുരുദേവൻ്റെ കൂടെ കൂട്ടിച്ചേർക്കും, മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് ഈസ് ലൈഫ്. അർത്ഥപൂർണമായ നിലനിൽപ്പിനെ ജീവിതം എന്ന് പറയാനൊക്കെ ഉള്ളൂ. അതുണ്ട്, ഇതുണ്ട്, ഓൾ ദീസ് എക്സിസ്റ്റ്. പക്ഷെ അതിനൊന്നും വിശേഷ ബുദ്ധി ഇല്ല. അവർ എറുമ്പ് മുതൽ അഥവാ യൂണിസെല്ലുലർ അമീബ മുതൽ ഇത് വികാസം പ്രാപിക്കുന്നത് നമുക്ക് കാണാം. ഉടനെ ഇവിടെ എടുത്ത് സൂചിപ്പിച്ചത്, അങ്ങനെ വിശേഷബുദ്ധി ഇല്ലാത്ത മാൻപേടകൾ അവരെന്ത് ഭംഗിയായിട്ട്, കാരണം ഭഗവാന്റെ ഈ വേണുഗാനം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ മാൻപേടകൾ അവർ പ്രത്യേക തരത്തിലുള്ള നോട്ടങ്ങളെ കൊണ്ട് ഭഗവാന് പൂജ ചെയ്യുന്നു. കാരണം സാധാരണ ഒരു മാനിൻ്റെ കണ്ണുകളിൽ കാണാത്ത ഒരു പ്രത്യേക തിളക്കം ഗോപികമാർക്ക് ഈ മാൻപേടകളുടെ ഇതിൽ കാണാൻ സാധിക്കുന്നു. മാനിൽ നിന്ന് പഠിക്കുന്നത് 24 ഗുരുക്കന്മാരുടെ ഇതിൽ വരുമ്പോൾ നമുക്ക് കാണാം. ഒരു ഗുരു മാനാണ്. 24 ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ XYZ ഒന്നും അല്ല ഗുരുക്കന്മാർ. ഈച്ചയും പാറ്റയും ഭൂമിയും ആകാശമൊക്കെയാണ് അവിടെ. ആ 24 മാൻപേട. ഇതുകൊണ്ട് ശബ്ദത്തിനോട് വലിയൊരു പ്രാധാന്യമുള്ളതാണ്. അപ്പം ഈ വേടന്മാർ ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇതുണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കും. അപ്പം മാൻ അതിങ്ങനെ കേട്ട് ലയിച്ച് നിൽക്കും. അപ്പം വേടന് ജോലി എളുപ്പമാണ് അമ്പയക്കാൻ മാത്രം. അതുകൊണ്ട് ശബ്ദത്തിൽ കുടുങ്ങിയാൽ അത് അപകടമാകും എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗം അത് നമ്മളിവിടെ ചിന്തിച്ചിട്ടുണ്ട് എന്നത്. പക്ഷേ അങ്ങനെയുള്ള മൂഢമതികളായ മാൻപേടകൾക്ക് പോലും തങ്ങളുടെ ശ്രദ്ധയെ മുഴുവൻ ഭഗവാനിലേക്ക്, ഇപ്പം ഭഗവാന്റെ വേണുഗാനം കേട്ട് എല്ലാം മറന്നെന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എല്ലാ ചിന്തകൾക്കും ആധാരമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ബോഡി കോൺഷ്യസ്നെസ്സാണ്. ഞാൻ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ബേസിക്കലി ഹൂവാമായി വേറാമായി എന്ന് ചോദിച്ചാൽ ഉത്തരം പെട്ടെന്ന് പറയുമോ? ഈ ശരീരത്തിൽ ഞാൻ എവിടെയെന്ന് ചോദിച്ചാൽ എന്താ പറയുക? കണ്ണിലെന്ന് പറയുമോ? മൂക്കിലെന്ന് പറയുമോ? കാതിലെന്ന് പറയുമോ? എല്ലായിടത്തും ഞാൻ വ്യാപിച്ചിരിക്കുന്നില്ലേ? അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അതാണ് വിശേഷ ബുദ്ധി. അതില്ലാത്ത മാനിന് പോലും തൻ്റെ നോട്ടവും എല്ലാം ഭഗവാനിലേക്ക് ശ്രദ്ധിച്ച് അവർക്കത് സാധിക്കുന്നില്ലേ എന്ന് സൂചിപ്പിച്ചു. പിന്നീട് അടുത്ത ഒരു ഗോപി ഉടനെ പറഞ്ഞ്, അതൊക്കെ ഇരിക്കട്ടെ, അതൊന്നും സാരമില്ല, അതിനേക്കാൾ വലിയൊരു കാഴ്ച ഞാനിപ്പോൾ ഇവിടെ കണ്ടു. എന്ത്? കൃഷ്ണം നിരീക്ഷ്യ വനിതോത്സവരൂപശീലം സിത്വ. ദേവസ്ത്രീകളിങ്ങനെ ആകാശത്തൂടെ യാത്ര ചെയ്യുകയാണ് വിമാനത്തിൽ. അത് വന്നിട്ട് ഈ വൃന്ദാവനത്തിൻ്റെ മേളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ അവരുടെ വിമാനത്തെയൊക്കെ ഇതിലങ്ങോട്ട് നിർത്തിയിട്ട് ഇതങ്ങോട്ട് നന്നായിട്ട് ആസ്വദിക്കുന്നു. ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ അതിലങ്ങനെ അങ്ങോട്ട് ലയിച്ചു പോയിട്ട് അവരുടെ വസ്ത്രം അഴിയുന്നു, മുടിക്കെട്ടഴിയുന്നു, അതുപോലും അവർ അറിയുന്നു. ഭാഗവത്തിലെ പ്രസിദ്ധമായൊരു ഇതാണ് മദിരാമദാന്തം. അതായത് മദ്യപിച്ച് മതോന്മത്തനായ ഒരാൾ തൻ്റെ ഉടുവസ്ത്രം അഴിഞ്ഞു പോകുന്നത് അറിയുന്നില്ല, ഇല്ലേ? അവിടെ എന്താ സൂചിപ്പിക്കുന്നത്? തെറ്റായ സന്ദേശമൊന്നും എടുക്കരുത്. അതുകൊണ്ട് മദ്യപിച്ചോളാനാണ് ഭാഗവതം പറഞ്ഞതെന്ന് പറയുന്നത്. അവൾ ഈ തെറ്റായ സന്ദേശം എടുക്കാൻ വളരെ മിടുക്കലാണല്ലോ അത്. അപ്പം അവിടെ
ദേഹബുദ്ധി ഇല്ലാതാകുന്നു എന്നുള്ള ആ എലിമെൻ്റാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന്. അപ്പം ഈ ഇത് വരുമ്പോഴെന്ത് വരുന്നു? ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ഒരു ബോധം വിടുന്നു. അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭക്തി കൊണ്ട്, മെഡിറ്റേഷൻ കൊണ്ട്, അറിവുകൊണ്ട് നമ്മൾ ഉയരേണ്ട തലം അതാണ്. ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല. മെഡിറ്റേഷൻ നമ്മൾ സാധിക്കുന്ന അതാണല്ലോ എന്നർത്ഥം. ഡിസ്പെൻസിങ് ആണല്ലോ, ഡിസ്മിസ്സിങ് ആണ് എന്നർത്ഥം. അല്ലേ? പൂജ്യ ഗുരുദേവനോട് ഒരു പാർട്ടി വന്നിട്ട് പെട്ടെന്ന് ചോദിച്ചു, ഈ എൻ്റയർ പ്രോസസ്സ് ക്യാൻ യു കണ്ടൻസ് ഇറ്റ് ഇൻ വൺ വേർഡ്? യെസ്, അൺഡ്രസ് ആൻഡ് എംബ്രേസ്. മെഡിറ്റേഷൻ്റെ തത്വം സൂചിപ്പിച്ചതാണ്. അൺഡ്രസ് ആൻഡ് എംബ്രേസ്. ഒന്നുമല്ല, എന്താ പറഞ്ഞത്? അൺഡ്രസ് ഓൾ അൺവാണ്ടഡ് തിങ്സ് ആൻഡ് എംബ്രേസ് ദി റിയാലിറ്റി. മുമ്പേ പറഞ്ഞ മീ ടു മീ തന്നെ എന്നർത്ഥം. ആദ്യത്തെ മീയിൽ നമ്മളിത് മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക. അതിനെ മുഴുവൻ, അല്ലേ? നിർമാല്യത്തിൻ്റെ തത്വം അതാണ്. അല്ലേ? പ്രഭാത ദർശനം എന്താ സാധിക്കുക? നേരത്തെ ഡെക്കറേഷൻസ് എല്ലാം മാറ്റി ആ രൂപത്തിൽ കാണും. അൺഡ്രസ് ആൻഡ് എംബ്രേസ്. അൺഡ്രസ് അൺവാണ്ടഡ് തിങ്സ് ആൻഡ് എംബ്രേസ് ദി റിയാലിറ്റി. അത് ഇവർക്ക് സാധിക്കുന്നില്ലേ? ആർക്ക്? ആകാശത്തൂടെ പോയ ദേവസ്ത്രീകൾക്ക് പോലും. ഒരു പ്രത്യേകം അവിടെ സൂചിപ്പിക്കും, അവരുടെ ഭർത്താക്കന്മാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും അവർക്ക് ഈ ഭാവം വന്നു. പകല നിന്ന് വിമാനത്തിൽ നിന്ന് കൃഷ്ണനെ കണ്ട ദേവസ്ത്രീകൾക്ക് പോലും ഇതുണ്ടായില്ലേ? അപ്പം പിന്നെ നമുക്ക് അതിൽ ഒരു ബ്രാക്കറ്റിൽ വേണം നമുക്ക് പറയാം, അപ്പം പിന്നെ നമ്മുടെ കാര്യം പറയാം. അവതരണത്തിൻ്റെ പ്രത്യേകത സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഗോപിയെ ഉടനെ പറഞ്ഞു, ദാ നോക്കൂ, പശുവും പശുക്കുട്ടികളും ഒക്കെ നിൽക്കുന്നില്ലേ? പശുക്കളുടെ പാലൊഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട്? സ്തന്യം ഒഴുകിപ്പോകുന്നത് പശുക്കൾ അറിയുന്നില്ല. തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പശു പാല് ചുരത്തുന്നത്. പാല് ചുരത്തുന്ന പശുക്കളും കുടിക്കാൻ തയ്യാറായി നിൽക്കുന്ന പശുക്കുട്ടികളും ഒക്കെ ഭഗവാന്റെ വേണുഗാനം കേട്ട് അതിലങ്ങനെ ലയിച്ചു നിൽക്കും. അടുത്തയാളിൻ്റെ ഭാവനയാണ് എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ആ സുന്ദരമായ രൂപത്തെ മനസ്സിൽ ഉറപ്പിച്ച് ഇവിടൊക്കെ കാതലായ ഒരു സന്ദേശം തരുന്നത് തൻ്റെ തെറ്റായ ഐഡൻറ്റിറ്റി മറക്കാൻ സഹായിക്കുന്നു. എല്ലായിടത്തും നമ്മെ തടയുന്നത് ദേഹാഭിമാനം. ചേതോ വിമോഹിനി മയക്കായികമായ തവ ദേഹോഹം. അല്ലേ? ഞാൻ ദേഹമാണോ എന്നുള്ളതാണ് അജ്ഞാനത്തിൻ്റെ ആദ്യം. അത് അല്പസമയത്തേക്കെങ്കിലും, അല്ലേ? നമ്മൾ മെഡിറ്റേഷൻ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒക്കെ സാധിക്കുന്ന അതാണല്ലോ എന്നർത്ഥം. അല്പസമയത്തേക്കെങ്കിലും നമുക്ക് ഈ അടുത്ത ഇടയ്ക്ക് വേറെന്തോ വായിച്ചു വന്നപ്പോൾ കണ്ടത്, അത് പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ കമൻട്രി. അതാണല്ലോ നമ്മുടെ ഏക ആധാരം ഭാഗവത്ത് പഠിക്കും. അതിലൊരു ഭാഗത്ത് വായിച്ചപ്പോഴാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർക്കും ശ്രീ വിവേകാനന്ദ സ്വാമികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഭാഗമായിരുന്നു ഈ ഗോപികമാരുമായിട്ടുള്ള ബന്ധം. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പം ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ഗോപി വചനാമൃതം നമ്മൾ പറയുന്ന വാക്കാണ്, അതൊന്നെടുത്ത് വായിക്കൂ കേൾക്കട്ടെ എന്ന് പറയും. 2-3 ശ്ലോകം കഴിയുമ്പോഴത്തേക്ക് ഭഗവാൻ സമാധി, പൂർണ്ണ സമാധി. ഡോക്ടർമാർ, അതിനകത്ത് വായിച്ചതാണ്, ഡോക്ടർമാർ വന്ന് പരിശോധിച്ചിട്ട് ജീവനില്ല എന്ന് പറഞ്ഞു എന്നാണ്. കുറേ സമയം കഴിയുമ്പോഴാണ്, ആ സമയത്ത് ഈ നമ്മുടെ മെഡിക്കൽ സയൻസിന് വിശദീകരിക്കാനാവാത്ത അനുഭവമാണ് പരമഹംസരുടേത് അവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇതെടുത്ത് പറയാൻ കാര്യം, ഇത് സാധ്യമായത് നമ്മുടെ തൊട്ട് മുമ്പിൽ നമുക്കുണ്ട് എന്നറിയാം. അല്ലേ? പരമഹംസരും വിവേകാനന്ദസ്വാമികളും ഒക്കെ അടുത്ത കാലം വരെ നമ്മുടെ ഒത്ത് ജീവിച്ചിരുന്നവരുന്നു. അപ്പോൾ ദേഹാഭിമാനം വിട്ടാൽ നമുക്ക് ഈ പറഞ്ഞ ശരിയായ ഇതിലേക്ക് ഉയരാൻ സാധിക്കും. അത് പശുക്കളിലും പശുക്കുട്ടികളിലും കൂടി സാധിക്കുന്നില്ലേ? അവരെത്ര ധന്യരാണ്. ധന്യധന്യ എന്നൊരു പ്രയോഗം അതിനകത്ത് സൂചിപ്പിക്കും. യശോദ ധന്യധന്യ, നാരായണീയത്തിൽ ഉപയോഗിക്കും ആ വാക്ക്. അതുപോലെ പക്ഷിമൃഗാദികളെ പറ്റിയാണ് പിന്നീട് സൂചിപ്പിക്കുന്നത്. അവർ ആ ഇരിപ്പ് കണ്ടിട്ട് മുനിമാരെ പോലെ ഇരിക്കുന്നല്ലോ എന്നാണ് ഒരു ഗോപിയുടെ ഭാവന. അങ്ങനെയാണ്. കാരണം എല്ലാം മറന്ന്, അല്ലേ? മുനി എന്ന് പറയുമ്പോൾ മൗനത്തിൽ കൂടി
ആ പരമമായ തൻ്റെ ഉള്ളിൽ അല്ലേ, ഭഗവത്ഗീത ഭഗവാൻ സൂചിപ്പിക്കും, യതന്തോ യോഗിനശൈനം പശ്യന്തി ആത്മനി അവസ്ഥിതം. ശരിയായിട്ട് ഭഗവാനെ ഉപാസിക്കുന്നവരൊക്കെ എവിടെയാണ് ഭഗവാനെ കാണുന്നത്? ആത്മനി അവസ്ഥിതം പശ്യന്തി. വേറെ ചില കൂട്ടർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നൈനം പശ്യന്തി അചേതസഹ. അചേതസഹ അകൃതാത്മനഃ, കംപ്ലീറ്റ്ലി ഡിസോർഗനൈസ്ഡ്, അട്ടർലി കൺഫ്യൂസ്ഡ്. സമാഹിത എന്നൊരു വാക്ക് ഉപയോഗിക്കും ഭാഗവതത്തിൽ. അവർക്കിത് സാധിക്കില്ല എന്നർത്ഥം. അത് ഈ പക്ഷിമൃഗാദികൾക്ക് സാധിക്കുന്നു. കാരണം അവരുമൊക്കെ ഭഗവാന്റെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷികൾ ചലിക്കുക എന്നാണല്ലോ നമ്മൾ പറയാതെ, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷികൾ പോലും ഭഗവാന്റെ ഈ സൗന്ദര്യം കണ്ട് അതിലങ്ങനെ ലയിച്ച് നിന്നിട്ട് നിൽക്കുന്നു. അവരുടെ ഭാഗ്യം, അഹോഭാഗ്യം. ഈ അഹോഭാഗ്യം എന്താണെന്ന് നമ്മളിനി പറഞ്ഞിട്ടില്ല, ഇനി വരുന്നറിയാം. അടുത്ത ആളുടനെ പറഞ്ഞു, ജീവനുള്ള ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയോ കാളിന്തി നദി പോലും ഭഗവാനെ, നദികളിൽ ഇതായിട്ട് കാണുന്ന ചുഴികളില്ലേ, ആവർത്ത ലക്ഷ്യം, ആ ചുഴികളൊക്കെ ഈ ഭഗവാന്റെ ഗാനം കേട്ട് ലയിച്ച് നിന്നിട്ട് അതിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന മദനതാപം കൊണ്ടുണ്ടാകുന്ന, അപ്പോൾ പിന്നെ താരതമ്യേന ചേഷ്ടകളായ നദികൾക്ക് പോലും ഈ ഭാവം, ജഡസ്വഭാവമുള്ള നദികൾക്ക് പോലും ഇത് വരുന്നെങ്കിൽ പിന്നെ സാധാരണ മനുഷ്യർക്ക് പറയാനുണ്ടോ? അപ്പോൾ നമുക്കങ്ങനെ ഭഗവാനോട് ഇങ്ങനെ തോന്നുന്നെങ്കിൽ അതിലതിശയിക്കാനൊന്നുമില്ല എന്ന് സൂചിപ്പിച്ചു. പിന്നീട് ആ സമയത്താണ് ഒരാളുടെ ഭാവന വന്നു, നല്ല വെയിലാണ്, പക്ഷെ കുറച്ച് സമയത്തേക്ക് മേഘം ഇങ്ങനെ വന്ന് അവിടെ ഓ, അപ്പോഴവർ ഭാവിച്ചു എന്ത്, ആ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് മേഘം വന്ന് ഭഗവാന് കുട പിടിച്ചു. കാരണം ഭഗവാന്റെ നിറവും മേഘത്തിൻ്റെ നിറവും ഒരുപോലെ എന്നൊരു ഭാവനയുണ്ട് എന്ന്. ശ്യാമസുന്ദര എന്നും മേഘ ഖനാഖന എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിൽ കാണും എന്നർത്ഥം. പറഞ്ഞപ്പോഴാണ് ചിത്ത കേകി ഖനാഖന എന്നൊരു പ്രയോഗമുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ. ഭക്ത ചിത്ത കേകി ഖനാഖന, ഗംഭീര പ്രയോഗമാണ് എന്നർത്ഥം. അവിടെ കേകി എന്ന് പറഞ്ഞാൽ മയിൽപ്പേടയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭക്തന്മാരുടെ ചിത്തമാകുന്ന മയിലുകൾ എപ്പോഴാണ് ആസ്വദിക്കുക? മേഘം വരുന്ന സമയത്ത്. അപ്പോൾ ഭക്തന്മാരാകുന്ന ഹൃദയമാകുന്ന മയിൽപ്പേടകൾക്ക് ആനന്ദത്തെ നൽകുന്ന മേഘം പോലെയാണ് എന്ന് സൂചിപ്പിക്കും. അതാണ് ഇവിടെ ആ മേഘത്തിൻ്റെ പ്രത്യേകത എന്നത്. അപ്പോൾ ഭഗവാന്റെ നിറവും അതുമായിട്ട് അതിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആ അചേതനമായ മേഘം വന്നിട്ട് ഭഗവാന് സേവ ചെയ്യുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന നമുക്കതൊന്നും സാധിക്കുന്നില്ലല്ലോ. അടുത്തയാൾ ഉടനെ പറഞ്ഞു, ആ ഗോപികമാരെ അവിടെയുള്ള കാട്ടിലൊക്കെ ജീവിക്കുന്ന അവിടുത്തെ ശബരതരുണികൾ എന്നാണ് ഉപയോഗിച്ച വാക്ക് എന്നർത്ഥം. ശബരി എന്നുള്ള ഓർക്കാതെന്നർത്ഥം. അവരെന്ത് ചെയ്യുന്നു? അവർ മഹാഭാഗ്യം. അവരിങ്ങനെ നടക്കുമ്പോഴാണ് പുല്ലിൽ കുങ്കുമത്തിൻ്റെ കണ്ടു. അവർ ഉടനെ തന്നെ ആ കുങ്കുമം പുല്ലിൽ നിന്ന്, ഇത് വേറെങ്ങും ഭാഗവത്തിൽ വേറെങ്ങും ഉള്ളതായിട്ട് നമ്മളിത് കണ്ടിട്ടില്ല. ആ പുല്ലിൽ പറ്റിയ ആ കുങ്കുമം അവരെടുത്തിട്ട് അവർ ധരിക്കുന്നു. കാരണം ഗോപികമാരുമായിട്ടുള്ള സ്പർശം കൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ അവരുടെ കുജകുങ്കുമം പറ്റിയത് അത് പുല്ലിലേക്ക് പകർന്നതാണ്. അത് കണ്ടപ്പോൾ അവർക്ക് ആ ഒരു ഭാവം തോന്നിയിട്ട് അവരാ കുങ്കുമം എടുത്ത് തങ്ങളുടെ അംഗങ്ങളിൽ, ഈ സ്തനം എന്നും കുജം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ബാഹ്യമായ അർത്ഥം മാത്രം എടുക്കരുത്, സന്ദർഭവശാൽ അതും കൂടെ സൂചിപ്പിക്കട്ടെ എന്നർത്ഥം. കാരണം ഇത് പലയിടത്തും നമ്മൾ കാണും, ഇനി ഗോപിയാഗീതത്തിലൊക്കെ വരുന്നത് കാണും. തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഭഗവാനെ സ്വീകരിക്കുന്ന ഭാവത്തെയാണ് അവിടെ കുജകുങ്കുമമെന്നും ഭഗവാന്റെ പാദസ്പർശം കുജങ്ങളിലേറ്റു എന്നൊക്കെ പറയുന്നിടത്ത് സൂചിപ്പിക്കുന്നതാണ്. പ്ലെയിൻ മീനിങ് നമ്മൾ കേട്ട്, അതുകൊണ്ടാണ് ഭാഗവത ഗുരുദേവ് പറയും ഇത് പഠിച്ചവരിൽ നിന്ന് തന്നെ കേട്ട് പഠിക്കണം, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആകും. ഡിക്ഷണറി വെച്ച് പഠിക്കരുത്. ഗുരുദേവ് കൊണ്ട് പറഞ്ഞാൽ അങ്ങനെയാണ്. ഭഗവത്ഗീത ഒന്നും
ഡിക്ഷണറി വെച്ച് പഠിക്കാനുള്ളതല്ല, പഠിച്ച ഗുരുനാഥനിൽ നിന്ന് തന്നെ കേട്ട് പഠിക്കണം. അല്ലെങ്കിൽ തെറ്റായ സന്ദേശം, നല്ല ശരിയായ സന്ദേശം കിട്ടിയില്ലെങ്കിലും അതിനേക്കാൾ കുഴപ്പമാണ് തെറ്റായ സന്ദേശം. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കുന്നു പാദസ്പർശ അനുഗ്രഹം. അവിടെ കമൻട്രിയിൽ പ്രത്യേകം പറയുന്നുണ്ട്, വൃന്ദാവന ദേവതയായ രാധയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രാധ എന്ന ശബ്ദം ഭാഗവതത്തിൽ ഉപയോഗിക്കുന്നേയില്ല. രാധ എന്നൊരു കഥാപാത്രത്തെ സൂചിപ്പിക്കുന്നു. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിൽ ശ്രദ്ധേയമായൊരു വ്യാഖ്യാനം, ശ്രീശുബ്രഹ്മർഷി രാധാഭക്തനാണ്. അപ്പോൾ രാധാദേവിയെ അനുസ്മരിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീശുബ്രഹ്മർഷി പൂർണ്ണ സമാധിയിലേക്ക് പോകും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ കൗണ്ട് ഡൗണിലിരിക്കുകയല്ലേ, പരീക്ഷിച്ച് 7-ാം ദിവസം എണ്ണയായിരിക്കും. അപ്പോൾ പിന്നെ സമാധി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീശുബ്രഹ്മർഷി രാധ എന്ന കഥാപാത്രത്തെ ഒഴിവാക്കിയതെന്നും അനയാരാധിത എന്നൊരു വാക്കിൽ കൂടി മാത്രമാണ് അവിടെ രാധയെ സൂചിപ്പിച്ചതെന്നും ഒക്കെ വ്യാഖ്യാനം പതിവുണ്ടായെന്നത്. അയാൾ ഇവിടെ കമൻട്രിയിൽ സൂചിപ്പിക്കും, അവിടെ ദൈത എന്ന വാക്കാണ്. ശ്രീകുങ്കുമേന ദൈതാസ്തനമണ്ഡിതേന, അവിടെ ദൈതയെന്ന് ഉദ്ദേശിച്ചത് രാധയാണ് എന്ന് ആചാര്യന്മാർ സൂചിപ്പിക്കുന്നതായിട്ട് കമൻട്രിയിൽ സൂചിപ്പിക്കുന്നു. പിന്നീട് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ആ ഗോവർദ്ധന പർവ്വതം ഇവർക്ക് വേണ്ട ഫലങ്ങളും പുഷ്പങ്ങളും ഒക്കെ നൽകി അനുഗ്രഹിക്കുന്നില്ലേ. ഭഗവാന്റെ കൂടെ വരുന്ന അവർക്ക് വേണ്ടതൊക്കെ, പശുക്കൾക്കൊക്കെ വേണ്ട പുല്ലും വെള്ളവും ഒക്കെ കൊടുത്ത്, അപ്പോൾ ആ ഗോവർദ്ധനത്തിൻ്റെ ധന്യത അനിർവചനീയം. നേരത്തെ പറഞ്ഞ അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ഈ കോണ്ടക്സ്റ്റിലുള്ളതല്ല എങ്കിൽ ഈ ഭാഗ്യം പറയുമ്പോൾ ഒക്കെ നമ്മൾ ബ്രഹ്മദേവൻ്റെ സ്തുതി വളരെ ശ്രദ്ധേയമാണ് ഭാഗവതത്തിൽ. പല സ്തുതികളുണ്ട് ബ്രഹ്മദേവൻ്റെ, പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായതാണ് 14-ാം അധ്യായം, ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ ബ്രഹ്മദേവൻ്റെ സ്തുതി. വത്സസ്തേയം ബ്രഹ്മമോഹനം കഴിഞ്ഞിട്ടുള്ള അവിടെയാണ് പറയുന്നത് അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപവ്രജൗകസാം. ഈ നന്ദഗോപരുടെയും കൂട്ടരുടെയും ഭാഗ്യം അഹോഭാഗ്യം അഹോഭാഗ്യം. എന്തുകൊണ്ട്? യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാ. കൃഷ്ണാവതാരത്തിനുള്ള എന്താ പറയുക, അണ്ടർ ഹാൻഡ് ആൻഡ് സീൽ, നമ്മൾ സാറിന് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ടല്ലോ, അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. ഒരു അതോറിറ്റിയുടെ സീലും ഒപ്പും വെച്ച് കഴിയുമ്പോഴാണ് അതിന് ക്രെഡിബിലിറ്റി, ഓതൻറ്റിസിറ്റി വരുന്നത്. കൃഷ്ണാവതാരത്തിന് സാക്ഷാൽ ബ്രഹ്മദേവൻ കൊടുക്കുന്ന അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീലാണ് ഈ ശ്ലോകം. ആരാ കൃഷ്ണൻ? പൂർണ്ണ ബ്രഹ്മ സനാതനം. 2 ഭാഗങ്ങളിലായിട്ടാണ് കൃഷ്ണാവതാരത്തെ പൂർണ്ണാവതാരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഒന്ന് ഇതാണ്, മറ്റൊരിടത്ത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഒരു പ്രയോഗമുണ്ട്. അവതാരോഹി അസംഖ്യേയ, അവതാരങ്ങൾ അസംഖ്യങ്ങളായിട്ടുണ്ട്, പക്ഷേ കൃഷ്ണാവതാരം ആ അർത്ഥത്തിൽ അവതാരമല്ല. എന്തുകൊണ്ട്? കൃഷ്ണഃ തു ഭഗവാൻ സ്വയം, ആ ചൈതന്യം അതേപോലെ ആവിഷ്കരിക്കപ്പെട്ടതാണ് കൃഷ്ണാവതാരം. ഈ 2 എണ്ണമാണ് കൃഷ്ണാവതാരത്തിന് പ്രധാനമായിട്ട് അതോറിറ്റിയായിട്ട് ഭാഗവതത്തിൽ സൂചിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ അത് അവിടെയൊക്കെ നമ്മൾ അഹോഭാഗ്യം അഹോഭാഗ്യം. അതുപോലെ പിന്നീട് ആ പരമ്പര തീരുന്നത് 19-ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ്. അവിടെ വൃക്ഷങ്ങളിലെ പൂമൊട്ടുകളെയും തളിരുകളെയും ഒക്കെ ഈ രീതിയിൽ അവർ ഭഗവത് കഥകളെ കേട്ട് ആനന്ദം വന്നിട്ട്, ആ ഒരു രോമാഞ്ചം വന്നിട്ട്, ആ രോമാഞ്ചത്തിൻ്റെ ഫലമായിട്ടാണോ ഈ വൃക്ഷങ്ങളിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് എന്ന് ഒരു ഗോപിയുടെ ഭാവന. അതോടുകൂടിയാണ് ആ ഭാഗം നമ്മൾ സമർപ്പിക്കുന്നത്. അടുത്ത ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ 22-ാമത്തെ അധ്യായത്തിലേക്ക് കുറച്ച് ഭാഗം അത് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കാറുള്ളത് രാസപഞ്ചാധ്യായി എന്ന ഭാഗമാണ്. 29 മുതൽ 33 വരെയുള്ള 5 അധ്യായങ്ങൾ, 29, 30, 31, 32,
31 ഈ 5 അധ്യായങ്ങളെ ഒന്നിച്ച് ചേർത്താണ് രാസപഞ്ചാധ്യായി എന്ന് പറയുന്നത്. 5 അധ്യായങ്ങളെ കൊണ്ടാണ് ഈ ഗോപികമാർക്ക് ഭഗവാനുമായിട്ടുള്ള ഇത് ശരിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭഗവാനും ഗോപികമാരുമായിട്ടുള്ള ബന്ധത്തെ വളരെയധികം ഡിസ്റ്റോർട്ടഡ് വെർഷൻസ് നമ്മൾ കാണുന്നുണ്ട് എന്നർത്ഥം. പക്ഷേ ശരിക്ക് ഒരു ജീവൻ്റെ, കാരണം സനാതനധർമ്മത്തിലെ ജ്ഞാനകാന്ഡം എന്ന് പറയുന്ന ഉപനിഷത്താണ്. ആ ഉപനിഷത്തിൻ്റെ സന്ദേശം ജീവോ ബ്രഹ്മൈവ ന അപര. ശങ്കരാചാര്യസ്വാമികൾ ഒറ്റ വാക്കിലത് പറഞ്ഞു വന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ ന അപരഹ. ജീവോ ബ്രഹ്മ ഒന്ന് തന്നെയാണ്. വ്യാവഹാരിക ദശയിൽ ദശകളെ രണ്ടായിട്ട് സൂചിപ്പിക്കും പ്രധാനമായിട്ട്. വ്യാവഹാരിക ദശയും പാരമാർത്ഥിക ദശയും, അബ്സല്യൂട്ട് സ്റ്റേജും എംപിരിക്കൽ സ്റ്റേജും. വ്യാവഹാരികയ്ക്ക് എംപിരിക്കൽ എന്നാണ് പറയുന്നത്. അതായത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തോന്നിക്കും, അത് കഴിയുമ്പോൾ പിന്നെ ആ തലം മാറി നോക്കിയാൽ പിന്നെ അത് ഉണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ ആ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ വ്യാവഹാരിക സത്യമായിട്ട് മാത്രമേ ഇതിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇൻ എഫക്റ്റ് ഓർ ഇൻ എസൻസ് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ സത്യം ബോധിപ്പിക്കലാണ് സനാതനധർമ്മത്തിൻ്റെ ഉപനിഷത്ത് സാര സർവസ്വമായ എല്ലാറ്റിൻ്റെയും വേദതുല്യം തന്നെയാണ് ഭാഗവതം എന്ന് സൂചിപ്പിക്കുന്നത് അർത്ഥം. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. അവിടെ ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥം. ബ്രഹ്മശബ്ദത്തിന് പല കോണ്ടക്സ്റ്റിന് പല അർത്ഥമാണ്. ഇവിടെ ബ്രഹ്മസംഹിതം എന്ന് പറഞ്ഞാൽ ഡ്യൂലി അക്സെപ്റ്റഡ് ആൻഡ് എൻഡോഴ്സ്ഡ് ആൻഡ് ഓഥൻറ്റിക്കേറ്റഡ് ബൈ വേദ എന്ന് ബ്രഹ്മസംഹിതം. അതുകൊണ്ട് ഭാഗവതത്തിൻ്റെ സന്ദേശം, അതുകൊണ്ടാണ് ഭാഗവതം കയ്യിലെടുത്താൽ പിന്നെ മറ്റൊന്നും പഠിക്കണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റുള്ളതിനെ മോശമാക്കാനല്ല പറയുന്നത്, ഭാഗവതത്തിൽ എല്ലാം ഉണ്ട്. ഭാഗവതത്തിന് തുല്യമായിട്ട് മറ്റൊന്ന് ഇല്ല തന്നെ. അപ്പോൾ പരമമായ ജീവബ്രഹ്മ ഐക്യത്തിൻ്റെ സന്ദേശമാണ് ഗോപി അനുഗ്രഹം. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന രാസപഞ്ചാധ്യായിയിലെ 5 വിഷയം.